കർത്താവ് അനുഗ്രഹിക്കട്ടെ. परमेश्वर आशीषित करे. നാം വന്നതല്ല, ദൈവം നമ്മളെ ഇന്ന് പകൽക്കാലം കൊണ്ടുവന്നതാണ്. हम आए नहीं है, परमेश्वर आज हमें लाया है. ദൈവം തൻ്റെ സന്നിധിയിലേക്ക് ദൈവമക്കളെ കൊണ്ടുവരുമ്പോൾ जब परमेश्वर अपने सन्निधि में परमेश्वर के बच्चों को लाता है, അവിടുന്ന് ഒരിക്കലും അവരെ വെറും കൈയായിട്ട് അയക്കത്തില്ല. वो कभी भी अपने यहाँ अपने सन्निधि से खाली हाथ हमें नहीं भेजेगा. ജീവിതത്തിലെ വലിയ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്യുവാനിടയായിത്തീരും. जीवन में बहुत सारे फर्क और आशीष स्वर्ग का परमेश्वर में देंगे. അല്പസമയങ്ങൾ വചനത്തിന്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ कुछ समय हम वचन में से जब सुनेंगे, കർത്താവ് എന്നോട് സംസാരിക്കണമെന്നുള്ള ഒരു വലിയ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണം. कि हमें इस प्रकार रहना, परमेश्वर आपसे बातें करे, वैसे एक आराधना और एक प्रार्थना के साथ रहना है. കർത്താവ് വചനത്തിന്റെ വാതിലുകളെ നമുക്കായിട്ട് തുറന്നു തരുവാനിടയായിത്തീരും. कि परमेश्वर वचन के द्वारों को हमारे लिए खोल के देंगे. സങ്കീർത്തനം 14 വായിച്ചത്. वचन संहिता 14 हमने पढ़ा है. രാവിലത്തെ ഹിന്ദി സർവീസിന് സങ്കീർത്തനം 53 വായിച്ചു. सुबह का हिंदी का आराधना में Psalms 53 पढ़ा. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 14 സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടുതലുണ്ട്. कि वचन संहिता 14 में एक आयत ज्यादा है. ഒരേ സങ്കീർത്തനങ്ങൾ രണ്ട് ഭാഗത്ത്. सेम है दोनों भाग में. ഞാൻ രാവിലെ അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞതാണ്. मैंने सुबह इसका इंट्रोडक्शन दिया है. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ ഭാഗം इस वचन संहिता का पहला जो भाग है, ദൈവം ഇല്ല എന്ന് പറയുന്നവരെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. कि परमेश्वर नहीं है वैसे कहने वालों के बारे में शुरू करता है. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്ന ഈ വചനം പറയുന്നു. इस वचन में इस प्रकार कहते हैं, परमेश्वर नहीं है करके मूर्ख अपने मन में कहते हैं. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം? क्यों वो इस प्रकार कहते हैं? അതിന് കാരണം അവർ ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. क्योंकि उन्होंने परमेश्वर को अनुभव नहीं किया. ദൈവത്തെ അനുഭവിക്കാതെ ഒരു വ്യക്തിക്ക് ദൈവം ഉണ്ട് എന്ന് പറയാൻ കഴിയത്തില്ല. बिना परमेश्वर को अनुभव किए एक व्यक्ति नहीं कह सकते है कि परमेश्वर है. ഞാൻ കഴിഞ്ഞ ദിവസം സുനിൽ ബ്രദറിന്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയിൽ പറയാനിടയായി തീർന്നു. कि पिछले दिनों सुनील ब्रदर के घर पे उपवास प्रार्थना में कहा, ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തെളിവ് വേണം. दुनिया में हर एक चीज का सबूत चाहिए. പക്ഷെ ദൈവം ഉണ്ടെന്നുള്ളതിനുള്ള തെളിവ് ലോകത്തിലെ പല കാര്യങ്ങൾക്ക് കിട്ടുന്ന തെളിവ് പോലെയല്ല. लेकिन परमेश्वर है बोल के जो सबूत है, दुनिया में बाकी चीजों में जैसे सबूत मिलते वैसा नहीं है. ദൈവം ഉണ്ടെന്നുള്ള തെളിവ് വ്യക്തിപരമായി അനുഭവിച്ചറിയുന്ന തെളിവാണ്. कि परमेश्वर है करके जो सबूत है व्यक्तिगत तौर पे अनुभव करके मिलता है. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് ഒരു സംശയമില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. वो जो अनुभव किया है उसको कोई शंक नहीं है कि परमेश्वर है करके. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. हालेलुया. Thank you, हाथों को बढ़ा के Jesus. परमेश्वर को धन्यवाद दे. ദൈവത്തെ ഒരിക്കലും അനുഭവിക്കാത്തവർ, जो परमेश्वर कभी अनुभव नहीं किया है, ദൈവത്തിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ जो परमेश्वर से दूर जाता है, സങ്കീർത്തനക്കാരൻ ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുകയാണ്, वचन संहिता में वो इस प्रकार कहते उसकी अंतिम की आयत യഹോവ में, തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റും. जब परमेश्वर अपने लोगों की अवस्थाओं को बदलता है, യാക്കോബ് സന്തോഷിപ്പാൻ ഇസ്രായേൽ ആനന്ദിപ്പാനിടയായിത്തീരും. कि याकूब आनंद करेगा, इस्राएल आनंद करेगा. ഹല്ലേലൂയ. हालेलुया. ദൈവിക സന്തോഷം, ദൈവിക ഉല്ലാസം വെളിപ്പെടുവാനിടയായിത്തീരും. परमेश्वर का आनंद और प्रकट होने दे. ധന്യവാദ യേശു. धन्यवाद यीशु. ഹല്ലേലൂയ. हालेलुया. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി എന്ത് ചെയ്യും? മാറ്റും. परमेश्वर क्या करेगा? अपने प्रजा का जो अवस्था है उसको बदलेगा. ഈ ഉപവാസ പ്രാർത്ഥനയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാന സമയങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. इस उपवास प्रार्थना में पिछले दिन की प्रार्थना में परमेश्वर बार-बार हमसे कहा പത്രോസ് है അപ്പോസ്തലൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, कि प्रेरित पत्रोस जो है कि प्रचार करने के लिए उठ के खड़ा होकर कहा, നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ തയ്യാറായാൽ, अगर हम मन फिराने को तैयार हैं, മടങ്ങി വരുവാൻ തയ്യാറായാൽ, अगर हम लौट आने को तैयार हैं, കർത്താവിന്റെ സന്നിധിയിൽ നിന്നുള്ള ആശ്വാസ കാലങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി. कि परमेश्वर सन्निधि में जो शांति का समय है वो हमें प्रकट करके देंगे. സീസൺസ് ഓഫ് റിഫ്രഷ്മെന്റ് कि एक ताजापन का अनुभव നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനിടയായി. वो हमारे जीवन में प्रकट करके देंगे. ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെന്നവരൊക്കെ, അടുത്ത് ചെന്നവരൊക്കെ ജീവിതത്തിൽ ഒരു റിഫ്രഷ്മെന്റ് പ്രാപിച്ചിട്ടുണ്ട്. जो भी परमेश्वर की सन्निधि में लौट आया है, जो भी परमेश्वर सन्निधि में आया, वो जीवन में एक ताजापन पाया है. നിങ്ങളിൽ എത്ര പേർക്ക് ഇന്നൊരു റിഫ്രഷ്മെന്റ് ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്? आप में से कितने लोग ये चाहते हैं कि जीवन में ताजापन हो? ഉണങ്ങിപ്പോയ, സൃഷ്ടിച്ചു പോയ ആ സ്പിരിച്വൽ ലൈഫിനൊക്കെ ഒരു പുതുക്കം വേണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? जो सूखा हुआ है, एकदम बंजर जैसा हो गया, एक आत्मिक अवस्था में से एक नयापन कौन चाहता है? സങ്കീർത്തനക്കാരന് 68 സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, भजन संहिता में 68 में इस प्रकार कहता है ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു. कि जब परमेश्वर अपने प्रजा के लोगों के पास गए, എങ്ങനെ സന്ദർശിച്ചെന്നറിയാമോ? वो कैसे गए?
മഴയാലാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചത്. वो अपने लोगों के पास बारिश के साथ गए. എന്നിട്ട് ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ ദൈവം തണുപ്പിച്ചു. और क्या किया? जो अपने हक है उसको परमेश्वर ने ठंडा किया. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ നടന്നു കണ്ടപ്പോൾ इस्राएल के लोग जब रेगिस्तान से गुजरे, ദൈവം മഴയാൽ തൻ്റെ ജനത്തെ സന്ദർശിക്കുവാനിടയായി തീർന്നു. परमेश्वर बारिश बन के अपने लोगों के पास गया. ഉണങ്ങിയിരുന്ന जो सूखा हुआ था, ക്ഷീണിച്ചിരുന്ന അവകാശം जो थका हुआ हक था, റിഫ്രഷായി. वो ताजा हुआ. എല്ലാവരും പറഞ്ഞാട്ടെ, സീസൺ ഓഫ് റിഫ്രഷ്മെന്റ്. हर एक जन कहे कि एक ताजापन का मौसम. ഉണങ്ങിയിരിക്കുന്ന സ്ഥലത്ത് जहाँ सूख के बेटा है, പുല്ലുകളെല്ലാം വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. कि वृक्ष सब सूख गए, ഒരു പച്ചപ്പും കാണാനില്ല. उसमें कोई हरियाली नहीं दिख रहे. ഉണങ്ങി വരേണ്ട മണ്ണ്, कि एकदम सूखा हुआ जमीन, ആ മണ്ണിലേക്ക് പുതിയ മഴ പെയ്യുമ്പോൾ उस मिट्टी में जब बारिश गिरता है, ആ ഭൂമി തണുത്തിട്ട് वो जमीन जो ठंडा हो के, എങ്ങനെയാണോ അവിടെ പുതിയ ഇലകൾ ഹരിയാലി വരുന്നത് അതുപോലെ തന്നെ किस प्रकार नया पत्ते नए हरियाली आते हैं, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സീസൺ ഓഫ് आमेन, റിഫ്രഷ്മെന്റ് നൽകാൻ തയ്യാറാണ്. कि परमेश्वर अपने जीवन में एक नयापन का एक अनुभव देने वाला പത്രോസ് है. എന്താ പ്രസംഗിക്കുന്നത്? पत्रोस क्या प्रचार कर रहे हैं? ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ എന്താ പ്രസംഗിക്കുന്നത്? 3 अध्याय में क्या प्रचार करते हैं? നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു. आपने यीशु को सूली पे चढ़ाया. നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു. आप यीशु को सूली पे चढ़ाया. എന്നാൽ നിങ്ങൾ യേശുവിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ, यदि आप यीशु की ओर लौट आने को तैयार हैं, നിങ്ങളുടെ ജീവിതത്തിലും ഒരു സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് വെളിപ്പെടുവാനിടയെത്തിരും. यदि हम यीशु के पास लौट आए तो हमारे जीवन में भी एक ताजापन का मौसम लौट आएंगे. അല്പചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറയാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അല്പചരിത്രം പറയാനിടയായി തീർന്നു. कि पिछले दिनों कुछ इतिहास मैंने बताया. അവിടേക്കൊന്നും കടക്കാതെ वहां ना जाते हुए യഹൂദന്മാരുടെ മറ്റൊരു ചരിത്രം നിങ്ങളോട് പറയുകയാണ്. यहूदियों का दूसरा एक इतिहास मैं आपसे ഈ कहता हूं യഹൂദന്മാര് പലപ്പോഴും പ്രവാസത്തിൽ പോയിട്ടുണ്ട്. कि यहूदी लोग बहुत बार बंदीगृह में गया है, പല പ്രാവശ്യം. काफी बार. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാസമാണ് അസീറിയയിലേക്ക് പോയ പ്രവാസം. उसमें से खास है असीरिया में जो गया वो BC बंदीवासी. 700-കളിലാണ് ഇത് സംഭവിച്ചത്. BC 700 में ये हुआ യശയ്യാ था. പ്രവാചകന്റെ പ്രവചന കാലഘട്ടത്തിൽ അതിനുള്ള സൂചനകൾ വേദപുസ്തകത്തിലുണ്ട്. അസീറിയൻ പ്രവാസത്തെ കുറിച്ച്. कि असीरियन जो बंदीगृह के बारे में एशिया के किताब में लिखा हुआ है. എന്നാൽ ഈ അസീറിയൻ പ്രവാസത്തെ കുറിച്ച് നമ്മൾ അധികം പ്രസംഗിക്കാറില്ല. लेकिन असीरिया में जो बंदाई में गया तो उसके बारे में हम ज्यादा प्रचार नहीं करते. അസീറിയയിലേക്ക് പ്രവാസത്തിലേക്ക് പോയത് കൂടുതൽ ഈ വടക്കൻ രാജ്യത്തിലെ ആളുകളായിരുന്നു. നോർത്തേൺ കിങ്ഡം, ഇസ്രായേലിലെ ആളുകളായിരുന്നു. कि वहाँ कौन सबसे ज्यादा गया था? जो नॉर्थन साइड में जो लोग थे वो लोग ज्यादा गए थे. അതിനുശേഷം उसके बाद കുറേ വർഷങ്ങൾക്ക് ശേഷം काफी सालों के बाद തെക്കൻ ദേശമാകുന്ന യഹൂദയിൽ നിന്നുള്ള ആളുകൾ പ്രവാസത്തിലേക്ക് പോയി. തെക്കൻ, സൗത്ത്. उसके बाद साउथ से जो लोग हैं वो वहाँ पे गए. അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് उनको जो बंदीगृह में ले गए, ബാബിലോൺ എന്ന് പറയുന്ന രാജ്യമാണ്. वहाँ उनको बाबिलोन में ले गए. ബാബിലോൺ രാജാവാകുന്നത് നെബൂഖദ്നേസർ. बाबिलोन के राजा नेबुकदनेस्सर. മനസ്സിലാകുന്നുള്ള അസീറിയയിലേക്ക് ഒരു പ്രവാസത്തിൽ ഓൾറെഡി പോയിട്ടുണ്ട്. असीरिया में एक बंदीगृह में लोग गए हैं, പിന്നെ ബാബിലോണും പിടിച്ചോണ്ട് പോയി. फिर बाबिलोन भी पकड़ के ले गए. ബാബിലോണിൽ പോയ ആളുകളുടെ കൂട്ടത്തിലുള്ളവരാണ് ദാനിയേലും എഹെസ്കേലും ഒക്കെ. कि उनके साथ जो गए थे दानियल एजेकिएल सब. എന്തായാലും ബാബിലോണിൽ പ്രവാസത്തിൽ പോയ ശേഷം, बाबिलोन में बंदीगृह में जाने के बाद, അതിനുശേഷം ഒരിക്കൽ പോലും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ उसके बाद कभी भी इस्राएल के इतिहास में, ഇസ്രായേൽ പൂർണ്ണമായിട്ടും പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. उसके बाद कभी भी इस्राएल पूरी तरह से बंदीगृह से लौट आया हुआ एक इतिहास नहीं ഈ था. ബാബിലോണിയൻ എക്സൈൽ, ബാബിലോണിയൻ പ്രവാസം, कि जो बाबिलोन का जो बंदीगृह थे, അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. इसके वो इतिहास में बहुत खास है. ബാബിലോണിലേക്ക് കുറെ പേരെ പിടിച്ചോണ്ട് പോയി. बाबिलोन में कुछ लोगों को पकड़ के ले ചെറിയ गया. ചെറിയ കൂട്ടങ്ങളായിട്ട് അവർ മടങ്ങി വന്നു. छोटे छोटे झुंड बन के वो लौट आए. എല്ലാവരും ഒന്നിച്ചൊന്നുമല്ല മടങ്ങി വന്നത്. सब लोग एक साथ नहीं आए. ആദ്യം എസ്രയുടെ കൂടെ കുറെ പേര് വന്ന് ആലയം പണിതു. പിന്നെ നെഹമ്യാവും മറ്റും വന്നു. पहले പല പ്രാവശ്യമായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പ് മടങ്ങി വന്നിട്ടുണ്ട്. पहले एस्रा के साथ कुछ लोग आए, उसके बाद नेहम्याह के साथ कुछ लोग आया, छोटे छोटे झुंड बन के आए. അങ്ങനൊക്കെ മടങ്ങി വന്നെങ്കിലും वैसे सब लौट आए तो പൂർണ്ണമായിട്ടും പ്രവാസത്തിൽ പോയൊരു മടങ്ങി വന്നില്ല. पूरी तरह से जो बंदीगृह में गए तो लौट के नहीं आए. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് അങ്ങനെയുള്ള യഹൂദന്മാർ ചിതറി പാർക്കുകയായിരുന്നു. कि दुनिया के अलग अलग कोने में यहूदी लोग ऐसे तितर बितर ആ ദേശത്ത് താമസിച്ച് ആ ദേശത്തിലെ ഭാഷ പഠിച്ച് ആ ദേശത്തിലെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവർ പാർക്കുകയായിരുന്നു. उस देश में रह के उस देश का भाषा सीख के उस देश का संसार को सीख के उस प्रकार रहते. അവരെ വിളിക്കുന്ന പേരായിരുന്നു ഡയസ്ഫോറ ജൂസ്. ഡയസ്ഫോറ ജൂസ് എന്നായിരുന്നു അവരെ उनको कहते थे डायस्पोरा जूस. മെയിൻലാൻഡ് പാലസ്തീനിൽ അല്ലാതെ ഇങ്ങനെ പ്രവാസത്തിൽ പോയവർ അവരൊക്കെ തന്നെ സെറ്റിലായ യഹൂദന്മാരാണ്. അത്
जो फलस्तीन से जो गया था, जो सेटल हो गए थे, वो लोग थे। वो അവര് കൂടുതലും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരൊക്കെയായിരുന്നു. वो लोग ज्यादा ग्रीक भाषा सब बात करते അവരിൽ थे। ഒത്തിരി പേരുടെ പേരൊക്കെ ഗ്രീക്ക് പേരുകളായിരുന്നു. उनके बहुत सारे लोगों का नाम ग्रीक था। യഹൂദന്മാരാണ്, പക്ഷെ അവരങ്ങ് വേറൊരു സംസ്കാരത്തിലേക്ക് അങ്ങ് പോയി, വേറൊരു ദേശവും വേറൊരു ഭാഷയും ഒക്കെ ആയിട്ട് അങ്ങ് മാറി. यहूदी लोग थे, लेकिन वो लोग दूसरे संस्कार में और दूसरे देश में चले ഞാൻ गए। പറഞ്ഞത് ചരിത്രത്തിൽ പിന്നീട് ഒരിക്കലും ഈ പ്രവാസത്തിൽ പോയ യഹൂദന്മാർ പൂർണ്ണമായിട്ടും മടങ്ങി വന്നിട്ടില്ല. मैं ये कह रहा हूँ कि इतिहास में कभी भी अगर जो बंदीगृह में गए तो पूरी तरह से लौट के नहीं आए थे। എന്നാൽ ഈ ബാബിലോൺ പ്രവാസത്തിന് ശേഷം മറ്റു ചില പ്രധാന കാര്യങ്ങൾ ചരിത്രത്തിലുണ്ടായി. लेकिन बाबुलोन बंदीगृह के बाद दूसरे कुछ इतिहास में घटना ഒരു हुआ। വളരെ പ്രധാനപ്പെട്ട കാര്യം, एक बहुत खास जो बात है, ബാബിലോൺ പ്രവാസത്തിന് ശേഷം बाबुलोन बंदीगृह के बाद ഈ യഹൂദന്മാർ പിന്നെ ഒരിക്കൽ പോലും അന്യ ദേവ ആരാധനയ്ക്ക് പോയിട്ടില്ല. कि बाबुलोन की बंदीगृह के बाद उन्होंने कभी भी अन्य आराधना के लिए नहीं गए। ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിൽ പല ദേവന്മാരെ ആരാധിക്കുന്നവരായിട്ട് ഇവർ പോയിട്ടുണ്ട്. इससे पहले बहुत सारे जातियों के देवी देवताओं को आराधना करने लोग गए। പക്ഷെ ബാബിലോൺ പ്രവാസത്തിന് ശേഷം അന്യ ആരാധന പൂർണ്ണമായിട്ട് ഇവരിൽ നിന്ന് മാറിപ്പോകാൻ ഇടയായിട്ടുണ്ട്. लेकिन बाबुलोन की बंदीगृह के बाद अन्य आराधना पूरी तरह से इनके हाथ से निकल गई। അതിനൊരു കാരണം, उसका एक कारण, ഇവർക്കിടയിൽ ഒരു ചിന്തയുണ്ടായി. उनके बीच में एक विचार आया। ഞങ്ങളുടെ പിതാക്കന്മാർ അന്യ ആരാധന അന്യദേവനെ ഭജിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കഷ്ടതയുണ്ടായത്. उनके बीच में इस प्रकार के सोच आए कि हमारा पूर्वजों ने अन्य आराधना किया बोल के ऐसा संकट हमारे എസെക്കിയേലിന്റെ जीवन में आया। പ്രവചനത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ലേ? एसकेल में इस प्रकार एक सवाल पूछते हैं അപ്പൻ പച്ചമുന്തിരിക്ക തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ? कि पिता अगर कट्टा अंगूर खाएगा तो क्या बच्चों को कड़वापन അതിന് रहेंगे? ഉത്തരം എന്താ? അപ്പൻ പച്ചമുന്തിരിക്ക തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ? कि अगर पिता अगर कड़वा अंगूर खाने से क्या बच्चों को कड़वापन होगा? പുളിക്കത്തില്ലെന്നാ ഉത്തരം. वो कट्टा नहीं रहेगा। പക്ഷെ ഞങ്ങളുടെ പല്ല് പുളിച്ചു. लेकिन हमारा दांत में ഞങ്ങൾ कड़वा आया। അന്യാരാധനയ്ക്ക് പോയത്, हम जो अन्य आराधना में गए, പിതാക്കന്മാർ അന്യാരാധന ചെയ്തത് കൊണ്ട് हमारा पिता लोग अन्य आराधना किया, കഷ്ടപ്പെടുന്നതാരാ? अभी कष्ट कौन उठा रहे हैं? ഇതൊരു വലിയ ആത്മീയ സത്യം നമ്മളെ വിളിച്ചു പറയുന്നത് കേട്ടോ. एक आत्मिक सच्चाई ये पुकार के ഈ कहता है। പലർക്കും അറിയാത്ത കാര്യമാണ്. बहुत सारे लोगों को पता नहीं है। നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്നത്. हम जो निर्णय लेते हो हमारा पीढ़ियों में भी वो इन्फ्लुएंस करता है। ശരിയല്ലേ? सही है कि नहीं? നമ്മൾ സത്യവിശ്വാസം ദൈവവചനത്തിനോട്ട് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും അതേ മാർഗത്തിൽ വരും. यदि हम सच्चा विश्वास और परमेश्वर के साथ खड़ा रहे तो हमारे बच्चे भी उसी में आएंगे। അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? नहीं तो क्या होगा? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള് അസത്യം അല്ലെങ്കിൽ ശരിയായിട്ടല്ലാത്തതിന്റെ പിന്നാലെ നടക്കും. नहीं तो हमारे बच्चे असत्य या जो सही नहीं उसके पीछे जाएंगे। ചിലരൊക്കെ പറയും ഞങ്ങളുടെ അപ്പന്മാരുടെ കാലം മുതൽ ഞങ്ങൾ ഇങ്ങനെ, ഞങ്ങൾക്ക് മാറാനൊക്കത്തില്ലെന്ന് പറയും. कुछ लोग इस प्रकार कहेंगे हमारे पूर्वजों के जमाने से ऐसा है और हम बदल नहीं सकते। അത് അപ്പന്മാര് ചെയ്ത തെറ്റ്. वो पूर्वजों ने किया हुआ गलती। അപ്പന്മാരെന്ത് ചെയ്തു? पूर्वजों ने ആ क्या किया? അപ്പന്മാര് സത്യവിശ്വാസത്തിന് വേണ്ടി നിന്നിരുന്നെങ്കിൽ अगर वो पूर्वजों ने सच्चा विश्वास के लिए खड़ा होता നമ്മളും നിൽക്കുമായിരുന്നു. हम भी खड़े रहते। അവരത് ചെയ്യാത്തത് കൊണ്ട് उन्होंने वो नहीं നമ്മൾ किया। ഇന്ന് അതേ പാതയിലൂടെ നടക്കുന്നു. आज हम भी उसी कदम में चल നാളെ रहे हैं। നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് അത് പറയാനിടയായിത്തീരും. कल हमारे बच्चे हमारे पर इस प्रकार नहीं कहना है। നമ്മുടെ ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറയെ സത്യത്തിലേക്ക് നടത്തുക ये എന്നുള്ളത്. हमारी जिम्मेदारी है अगले पीढ़ी को सच्चाई में चलाने का। കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर धन्यवाद दे। അപ്പോൾ ഈ ഇസ്രായേൽ പലതവണ പ്രവാസത്തിൽ പോയി പൂർണ്ണമായൊരു മടങ്ങി വരും ഇവർക്കുണ്ടായില്ല. इसराइल काफी बार बंदीगृह में गए लेकिन पूरी तरह से लौट नहीं आए। ബാബിലോണിൽ നിന്നൊക്കെ കുറെ പേരൊക്കെ മടങ്ങി വന്നു. उसमें से कुछ लोग लौट आए। യേശു കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്ന കാലത്തും यीशु मसीह जब पृथ्वी में आए उस ഒരു समय കംപ്ലീറ്റ് പ്രവാസത്തിൽ നിന്ന് ഇവർക്കൊരു മടങ്ങി വരും ഉണ്ടായിട്ടില്ല. वो पूरी तरह से बंदीगृह से लौट के नहीं आए അപ്പോഴും थे। ലോകത്തിന്റെ പല ഭാഗത്ത് ഇവർ ചിതറി പാർക്കുകയാണ്. तभी भी दुनिया के अलग अलग कोने में रहते थे। അതിനുശേഷം उसके बाद ജെറുസലേം ദേവാലയം ഒക്കെ തകർക്കപ്പെട്ട ശേഷം कि जेरूसलम मंदिर को जब तोड़ा ഈ गया, യഹൂദന്മാർ പിന്നെയും ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ബാക്കിയുള്ളത് കൂടെ ഡിസ്പേഴ്സ് ആയി പോയി. उसके बाद फिर से क्या किया, यहूदी लोग अलग अलग देशों में तितर बितर हुए। ചിതറിപ്പോകാനിടയെത്തും. वो तितर बितर हो गए। ആ ചിതറിപ്പോയ യഹൂദന്മാർ ഇന്നും ലോകത്തിന്റെ പല ഭാഗത്ത് ചിതറി തന്നെ കിടക്കുകയാണ്. वो आज भी दुनिया के कोने कोने में पड़े हुए हैं। ജെറുസലേമിന്റെ സ്ഥാപനത്തോട് കുറെ പേരൊക്കെ തിരിച്ചു വരുവാനിടയായി തീർന്നു. कि जेरूसलम को फिर से निर्माण करने के समय बहुत सारे लोग वापस आए। ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് इस्राएल बोल के एक राज प्रकट हुआ बोल के, പക്ഷെ പൂർണ്ണമായിട്ട് അവരുടെ ഹല്ലേലൂയ സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് സംഭവിച്ചിട്ടില്ലായിരുന്നു. लेकिन पूरी तरह से उनका जो ताजापन है वो नहीं हुआ। അപ്പൊ യഹൂദന്മാരുടെ എല്ലാം പ്രതീക്ഷയാണ് तो यहूदियों का सब उम्मीद ഇവരുടെ है ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഇവരെ വിടുവിക്കുന്ന ഒരു സമയം വരും. इनके बंधन में से पूरी तरह से उनको लौटाने का एक समय आएगा। പ്രവാചകനൊക്കെ പ്രവചിച്ചില്ലേ?
भविष्यद्वक्ताओं ने भविष्यवाणी किया है। ദിശകളെ നോക്കിയിട്ട് തെക്കിനോട് തടുത്തു വെക്കരുത്, വടക്കിനോട് തടുത്തു വെക്കരുത്. പാർശ്വങ്ങളിൽ മക്കളെ വഹിച്ചുകൊണ്ടൊക്കെ വരും, അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്നത് പോലെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന വചനങ്ങൾ, പ്രവചന വചനങ്ങൾ ഇവർക്ക് വലിയ ഒരു ഹോപ്പ് കൊടുക്കുന്ന വചനങ്ങളായിരുന്നു. कि वो दिशाओं को देख के बोलते, दक्षिण को उत्तर को बोल के तू रोके मत रखना, बोलते चिन्नी में से कैसे चिन्नी करते उस प्रकार तुम्हें चिन्ह के लेके आ जाएंगे. ലിറ്ററലി അവർ വിശ്വസിച്ചു. तो हकीकत में उन्होंने विश्वास किया ഞങ്ങളുടെ പ്രവാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ടാകും, कि हमारा बंदीगृह से हमें एक लौट के आना होगा. അതുകൊണ്ടാണ് ദാവീദൊക്കെ ഇങ്ങനെ സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞത്. इसके लिए दाऊद ने भजन संहिता में इस प्रकार लिखा, അവൻ തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ वो जो अपने प्रजा का ഇസ്രായേൽ ആനന്ദിക്കുന്ന ഒരു സമയമുണ്ട്. इस्राएल आनंद करने वाला एक समय रहेगा. ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുക എന്ന് എഴുതിയിരിക്കുന്നതിന് यहाँ जो लिखा है कि अवस्थाओं को बदलेगा, ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, एक ट्रांसलेशन इस അവൻ प्रकार തന്റെ है, ജനത്തെ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരുമ്പോൾ वो अपने लोगों को जब बंदीगृह से लौट के लेके आएंगे. ഇന്നായിരിക്കുന്ന പ്രവാസ അവസ്ഥയിൽ നിന്ന്, आज का जो दासत्व का जो अवस्था है, പ്രവാസം ഒരു അടിമത്തമാണ് കേട്ടോ, कि जो बंदीगृह एक दासत्व है, അതിൽ നിന്ന് തന്റെ ജനത്തെ മടക്കി കൊണ്ടുവരുമ്പോൾ उसमें से अपने प्रजा को जब लौटा के ഇസ്രായേലിന് യാക്കോബിനെ ആനന്ദിപ്പാൻ ഒരു റിഫ്രഷ്മെന്റ് പീരീഡ് ഉണ്ടാകും. इस्राएल जो याकूब है वो आनंदित होगा, उसको एक नयापन होगा. ദൈവം ക്ഷീണിച്ചിരിക്കുന്ന തന്റെ അവകാശത്തെ റിഫ്രഷ് ചെയ്യും. परमेश्वर थका हुआ अपने हकों को फिर से अच्छा करेगा. ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയാണ്, जो सूख के मुरझा गया है, ആത്മികമായിട്ട് ഭയങ്കര ഡ്രൈനസ് ആണ്. आत्मिक तौर से बहुत ऐसे सूख चुका है. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? आपको कभी भी इस प्रकार की अनुभव हुआ है? ആത്മിക ഡ്രൈനസ്. आत्मिक तौर से सूखा ചില हुआ. ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് ഈ സ്പിരിച്വൽ കാര്യങ്ങൾക്കൊന്നും ഒരു വിശപ്പും ഇല്ല, ഒരു ദാഹവും ഇല്ല, ഒരു ഡ്രൈനസും ഇല്ല, ഒന്നുമില്ല. कुछ लोग हैं जिसको आत्मिक विषयों में कोई भी इच्छापन नहीं होता അത് है. വളരെ കുറ്റകരമായ അനാസ്ഥയാണ് കേട്ടോ. वो बहुत ही गलती है. സ്പിരിച്വലി വിശപ്പില്ലാതിരിക്കുക, ദാഹമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറ്റകരമാണ്. अगर आत्मिक तौर पे भूख और प्यास नहीं तो सबसे बड़ा गलती है. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മിക വിഷയം എന്ന് പറയുന്നത്. क्योंकि जीवन का सबसे मुख्य जो चीज है वो है आत्मिक विषय. ബാക്കി എല്ലാം നമുക്ക് ഈ ഭൂമി നഷ്ടപ്പെട്ടാലും, बाकी सारे चीज इस पृथ्वी में नष्ट हो നമ്മുടെ जाए, ആത്മിക വിഷയങ്ങൾക്ക് നമ്മൾ താല്പര്യമുള്ളവരാണെങ്കിൽ, हमारा आत्मिक विषय में अगर हम दिलचस्पी रखें, ദൈവികമായ വിഷയങ്ങൾക്ക് താല്പര്യമുള്ളവരാണ്, परमेश्वर के विषय में अगर दिलचस्पी അത് ഈ रखें, കാലത്തേക്ക് മാത്രമല്ല വരുവാനുള്ള കാലത്തേക്ക് ഉപയോഗമുള്ളതാണ്. वो इस दौर के लिए आने वाले दौर में भी काम होगा. ആത്മിക വിഷയങ്ങൾക്ക് അതുകൊണ്ട് എപ്പോഴും ദൈവവചനം പ്രയോറിറ്റി കൊടുക്കുന്നു. इसके लिए आत्मिक विषयों में सबसे पहला मुख्य स्थान देना ഭൂമിയിൽ है. കിട്ടുന്ന സൗഖ്യം, വിടുതൽ, സാമ്പത്തിക മേന്മ ഇതൊക്കെ ഈ ഭൂമിയിൽ തീരും. कि पृथ्वी में मिलने वाला चंगाई, आशीष, जो भलाई, वो सारे पृथ्वी में യേശു खत्म കർത്താവ് होगा. പറഞ്ഞു, यीशु मसीह ने कहा ദൈവ വിഷയമായി സമ്പന്നനാകണം. कि परमेश्वर के चीजों में संपन्न ഏത് होना വിഷയത്തിൽ है. സമ്പന്നമാകണം? कौन से विषय में? ദൈവ വിഷയമായി സമ്പന്നനാകണം. परमेश्वर के विषय में. അങ്ങനെ യേശു പറയാൻ കാരണം, उसका कहने का कारण മനുഷ്യന് തന്റെ നിലം വളരെ വിളഞ്ഞ് വലിയ സമ്പത്തുണ്ടായി. कि एक व्यक्ति का खेत में बहुत अच्छा फसल आया और अच्छा धनी बन गया. അവൻ അവന്റെ ഭണ്ഡാരഗ്രഹങ്ങളെ നിറച്ചു വെച്ചു. वो अपने भंडारों को भरने लगा. ഹല്ലേലൂയ. ഗോഡൗൺ നിറച്ചിരിക്കുക കേട്ടോ. गॉडौन में पूरा चावल पड़ा എന്നിട്ട് है. വചനം പറഞ്ഞു, അവൻ അവനോട് തന്നെ പറഞ്ഞു. और वचन के तू अपने आप से कहा. എന്താ പറഞ്ഞ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. उसने अपने आप से कहा, खाओ पियो और आनंदित നാളെ करो, മരിക്കുമല്ലോ. कल मरेंगे. ഇത് എപ്പിക്യൂരിയൻ ഫിലോസഫി എന്നാ പറയുന്നത്. इसको एपिक्यूरियन फिलोसफी कहता है. പൗലോസും ഇതേ കാര്യം കോട്ട് ചെയ്തിട്ടുണ്ട്. पौलुस ने भी इसको कोट किया है തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. कि खाना पीना और आनंदित करना. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മാരി ഓർ മെറി മേക്കിംഗ്. ഹല്ലേലൂയ. ഇതായിരുന്നു അന്നത്തെ കാലത്തെ ഫിലോസഫി, എപ്പിക്യൂരിയൻ ഫിലോസഫിയാണ്. ये था एपिक्यूरियन फिलोसफी. എപ്പിക്യൂരിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് തത്വചിന്തയാണ്. ये है ग्रीक का जो तत्वज्ञान. അവരെന്താ പറഞ്ഞെന്നറിയാം? ഗ്രീക്കുകാർ ഈ എപ്പിക്യൂരിയൻ ഫിലോസഫി എന്താ പറഞ്ഞെന്നറിയാം? वो क्या कहते हैं? എന്തായാലും സന്തോഷിക്കണം നമുക്ക്. कुछ भी हो आनंदित हो. ഇത് അസുഖം വരും, അത് അവിടെ കിടക്കട്ടെ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. बीमारी आएगा उसको उधर रहने दे, हमें मजे में जीना എനിക്ക് है. തോന്നുന്നു എപ്പിക്യൂരിയൻ ഫിലോസഫിയുടെ മറ്റൊരു പകർപ്പാണ് ഇന്ന് പലരെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. वो एपिक्यूरियन फिलोसफी के बहुत सारी चीजें आज बहुत सारे लोगों को इन्फ्लुएंस करता है. ഒന്നും കേറിയിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചോണം. कोई भी चीज पे ध्यान मत दे, एकदम अच्छी तरह से जी ले. നാളെ എന്തായാലും ചാകും. कल जो भी मरेंगे, ഇങ്ങനെ പറയുന്ന ഒരു ഫിലോസഫി. ऐसा कहने वाला एक फिलोसफी. യേശു കർത്താവ് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. यीशु मसीह एक वार्निंग दे रहा ഈ है. പറഞ്ഞ ആളിനോട് ചോദിക്കുക, ये जो बोला उससे पूछता है, ഇന്ന് നിന്റെ പ്രാണനെ എടുത്താൽ अगर आज तेरे प्राण को उठा ഈ ले, ഗോഡൗൺ നിറച്ചു വെച്ചത് ആർക്കാകും? ये जो गॉडौन भर के रखा किसके लिए है? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ വിഷയമായിട്ട് എന്ത് ചെയ്യണം? സമ്പന്നനാകണം. इसके लिए परमेश्वर के विषय में संपन्न होना है. വേദപുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായ വാചകമാണ്. वचन में सबसे मुख्य ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ടു
एक व्यक्ति पूरा विश्व को जीत തന്റെ ले, ആത്മാവിനെ നഷ്ടമാക്കിയ अपना आत्मा को नष्ट कर ले, അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം? उसको उससे क्या फायदा? സകല ലോകവും നേടി, पूरा दुनिया जीत लिया, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. दुनिया का सबसे बड़ा अमीर व्यक्ति, ലോകത്തിലെ വലിയ പണക്കാരൊന്നും ദൈവമക്കളല്ല കേട്ടോ. दुनिया का सबसे बड़ा अमीर कोई परमेश्वर के बच्चे नहीं है। ലോകത്തിലെ വലിയ പണക്കാർ ചിലർ നിരീശ്വരവാദികളാണ്. परमेश्वर के दुनिया के बड़े संबंध कुछ അവൻ പണം निरीश्वरवादी है। ഉണ്ടാക്കാൻ ദൈവത്തെ വിളിക്കണമെന്നൊന്നുമില്ല. तो धन बनाने के लिए परमेश्वर को बुलाने की जरूरत नहीं है। പണം ഉണ്ടാക്കാൻ ദൈവത്തെ വിളിക്കണമെന്നുണ്ടോ? धन बनाने के लिए परमेश्वर को बुलाने की കഴിഞ്ഞ जरूरत नहीं ദിവസം है। പറഞ്ഞു ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് पिछले दिनों बोला बिल गेट्स ബിൽ ഗേറ്റ്സ് ഒരു നിരീശ്വരവാദിയാന്ന് ആരണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. कि बोला कि वो एक निरीश्वरवादी है। അങ്ങനെയുള്ള ആളുകളുണ്ടോ? ഭയങ്കര നിരീശ്വരവാദിയാ, वैसे भी लोग हैं, പക്ഷെ വലിയ പണക്കാരനാ. लेकिन बहुत धनी है। അപ്പൊ നമ്മൾ പറയും അയ്യോ ദൈവം ബിൽ ഗേറ്റ്സിനെ എന്ത് അനുഗ്രഹിച്ചു, ദൈവം അല്ല അനുഗ്രഹിച്ച്. പണം ഉണ്ടാക്കാൻ ഭക്തിയൊന്നും വേണമെന്നില്ല. कि धन बनाने के लिए भक्ति की जरूरत नहीं है। ധനവാനായ ഒരു മനുഷ്യന് തന്റെ നിലം വളരെ വിളഞ്ഞു. कि धनवान को अपना खेती बहुत अच्छा फसल दिया। ശരിയായ സമ്പത്ത് എന്താണ്? हकीकत का धन क्या है? അവൻ ഉണ്ടാക്കിയ ബാങ്ക് ബാലൻസ് അല്ല, उसका बैंक बैलेंस नहीं। ശരിയായ സമ്പത്ത് സ്വർഗത്തിൽ അവന്റെ പേര് आमेन, എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. हालेलुया। सही में जो धन है स्वर्ग में आपका नाम लिखा हो, സ്വർഗത്തിൽ അവന്റെ പേരുണ്ട്. स्वर्ग में उसका नाम हो। അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത് ദൈവ വിഷയമായി സമ്പന്നനാകണം. इसलिए यीशु ने बोला परमेश्वर की चीजों में संपन्न बनना। അല്ലാത്ത മനുഷ്യൻ മൂഢനാണ്. वो दूसरा जो व्यक्ति है मूर्ख है, ഹല്ലേലൂയ. അവൻ ജീവിതത്തെ കൊണ്ട് തട്ടിക്കളിക്കുന്നവനാണ്. वो जीवन को मार के खेल रहे हैं। ആത്മീയ വിഷയങ്ങളിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. आत्मिक विषयों में हमें उत्साहित നിങ്ങളുടെ रहना है। അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ടുള്ള ബ്രദറെ സിസ്റ്ററെ, ആത്മീയ വിഷയത്തിൽ നല്ല വിശപ്പ് വേണം, നല്ല ദാഹം വേണം. कि बाजू में जो बेटा उसका हाथ पकड़ के बोलो भाई बहन आत्मिक विषय में बहुत भूख और प्यास होना നിങ്ങൾക്ക് चाहिए। എപ്പോഴെങ്കിലും തോന്നുക ഞാൻ ആത്മീയമായിട്ടൊന്ന് ഡ്രൈ ആയെന്ന്? अगर आपको कभी भी लगता है आत्मिक तौर से इतना सूख गया, ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പറഞ്ഞ കർത്താവേ എന്റെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ മഴ ഒന്നുകൂടെ പെയ്യിക്കണം. आपको एक जहाँ पे परमेश्वर सन्निधि में बैठ के कहना है परमेश्वर उस पर पवित्र आत्मा का बारिश को फिर से मुझे എന്നെ लुटाओ। ഒന്നുകൂടെ ഒന്ന് സന്ദർശിക്കണം. मुझे वापस से एक बार विजिट करना, എനിക്ക് ആ സ്പിരിച്വൽ അനുഭവം ഒന്നുകൂടെ വേണം. मुझे फिर से वो मुठभेड़ ഒരു चाहिए। സെക്കൻഡ് വേവ് ഓഫ് ഹല്ലേലൂയ റിവൈവൽ. एक दूसरा वेव ऑफ रिवाइवल, നിന്റെ സ്പർശനത്തിന്റെ ഒരു സെക്കൻഡ് വേവ് എനിക്ക് ഉണ്ടാകണം. आपका स्पर्शन का दूसरा लहर मुझे എന്നെ ഒന്ന് चाहिए। റിഫ്രഷ് ചെയ്യണം. मुझे एक नयापन कर दे। 68 സങ്കീർത്തനത്തിൽ പറയുക 68 में इस प्रकार कहता है ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു. कि परमेश्वर लोगों को मिलता है। എങ്ങനെയാണ് वो സന്ദർശിക്കുന്നത്? कैसे संदर्शन ഞാൻ करता है? മൂന്ന് സങ്കീർത്തനത്തിന്റെ വാക്യങ്ങൾ ഒന്നിച്ചാ പറയുന്നത് കേട്ടോ. मैं दोनों वचन साहित्य को एक साथ മഴയാലാണ് സന്ദർശിക്കുന്നത്. वो बारिश के समान आता है। മഴയാൽ സന്ദർശിക്കുന്നു. बारिश के साथ മഴയാൽ തന്റെ ജനത്തെ ക്ഷീണിച്ചിരുന്ന തന്റെ അവകാശത്തെ തണുപ്പിച്ചു കർത്താവ്. कि बारिश के साथ जो सूखा हुआ अवस्थाओं को परमेश्वर ने ഒരു बदला। റിഫ്രഷ്മെന്റ്, एक रिफ्रेशमेंट, ഒരു തണുപ്പ്. एक ठंडापन। ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരു പുതുക്കം നിങ്ങൾ ഇന്ന് പകൽക്കാലം जो ആഗ്രഹിച്ചു. सूखा हुआ अवस्था में से ज्ञापन अगर आज आप चाहे तो। യഹൂദന്മാരുടെ ആഗ്രഹം, यहूदियों का इच्छा, ഞങ്ങൾ ചിതറിപ്പോയി, പ്രവാസത്തിൽ പോയി, ഇതുവരെ ഞങ്ങൾ മടങ്ങി വന്നിട്ടില്ല. हम तितर बितर हो गए, बंदीगृह में चले അതുകൊണ്ട് गए, अभी ഞങ്ങൾക്ക് तक ഒരു हम लौट के नहीं आए। ആശ്വാസകാലം ഉണ്ടാകണം. इसके हमें एक शांति का समय चाहिए। അവരുടെ വിശ്വാസം എന്താണെന്നറിയാമോ? उनका विश्वास क्या है? മസിഹയിലൂടെയാണ് ആ ആശ്വാസം വെളിപ്പെടുന്നത്. मसीहा के द्वारा वो समाधान അതുകൊണ്ടാണ് आएगा। ശിമിയോൻ ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തിട്ട് പറഞ്ഞത്, इसके लिए सिमियोन ने वो बच्चे को हाथ में लेके कहा ഇസ്രായേലിന് വേണ്ടി നീ ഒരുക്കിയ ആശ്വാസത്തെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ. कि इस्राएल के जो तू शांति का जो समय को बनाया वो मैंने अपनी आंखों से देखा। പത്രോസ് തന്റെ പ്രസംഗത്തിൽ പറയുക, पत्रोस अपने प्रचार में कहता है ഹല്ലേലൂയ, നിങ്ങൾ ഈ യേശു കർത്താവിലേക്കൊന്ന് തിരിച്ചു വരാൻ തയ്യാറായാൽ, यदि तुम यीशु मसीह में लौट के आए, യേശുവിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ, यीशु में लौट के आए, നിങ്ങൾക്കൊരു സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് ഉണ്ടാകും. आपको एक ताजापन का अनुभव होगा। ഞാനതൊരു ആത്മിക അർത്ഥം, ഒരു ആത്മിക ദൂത് ദൈവമക്കളോട് പറയട്ടെ. मैं एक आत्मिक अर्थ और आत्मिक वाणी आपसे कहता हूं। കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരാൻ തയ്യാറായി. मैं हालेलुया परमेश्वर की सन्निधि में आप आए, നിങ്ങളുടെ അകത്തുള്ള സ്പിരിച്വൽ ഡ്രൈനസ്, आपके अंदर जो सूखा हुआ आत्मिकता है, ഉണങ്ങി വരേണ്ട അവസ്ഥ മാറി, जो सूखा हुआ अवस्था है, ഹല്ലേലൂയ, ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടാകും. उसमें एक ताजापन होगा। ഒരു മഴ ഈ ദിവസത്തിൽ പെയ്യും. आमीन आमीन हालेलुया। एक बारिश इन दिनों में होगा। കർത്താവ് തന്റെ ജനത്തെ സന്ദർശിക്കുന്നത്. परमेश्वर अपने प्रजाओं के ദൈവം पास തന്റെ आएगा। ജനത്തെ എല്ലാ കാലത്തേക്കും തള്ളിക്കളയത്തില്ല. परमेश्वर अपने लोगों को हमेशा के लिए ദൈവം ठुकराएगा തന്റെ नहीं। ജനത്തെ ഓർക്കും. परमेश्वर अपने प्रजा को ദൈവം याद തന്റെ करेगा। ജനത്തെ സന്ദർശിക്കും. वो अपने प्रजा के पास എല്ലാ आएंगे। കാലഘട്ടത്തിലും അങ്ങനെ കേട്ടോ. हर समय में इस प्रकार है। ലോകം മുഴുവൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ दुनिया सब चुनौती में जब जाते हैं, അതിന്റെ ഇടയിലിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഭക്തനെ ദൈവം ഓർത്തിട്ടുണ്ട്. उसमें से उसे बेटा कोई ना कोई भक्त को परमेश्वर ने याद പെട്ടകത്തിൽ किया। ഇരുന്ന നോഹയും കുടുംബത്തെ ദൈവം ഓർത്തെങ്കിൽ,
जैसे संदूक में बैठा हुआ नोहा और कुटुंब को ദൈവം തന്റെ परमेश्वर याद ജനത്തെ किया ഓർക്കുന്നവനാ. कि परमेश्वर अपने लोगों को याद करने वाला है। അല്പകാലത്തേക്ക് തള്ളിക്കളഞ്ഞെങ്കിലും भले कुछ समय के लिए ठुकराया, മഹാകരുണയോട് തിരിച്ചു ചേർത്ത് കൊള്ളുന്നവനാ. बहुत ही करुणा के साथ लौट के लेंगे। അല്പകാലത്തേക്ക് മരുഭൂമിയുടെ സമാനമാകുന്ന അവസ്ഥയിലൂടെ പോയാലും आज कुछ समय के लिए रेगिस्तान की अवस्था से गुजरे, ദൈവത്തിലെ നിന്റെ ജീവിതം അല്പകാലത്തേക്ക് ഒരു ക്ഷാമം, ഒരു ഫാമീൻ അനുഭവിച്ചാലും कि परमेश्वर बच्चों कुछ समय के लिए एक अकाल तेरे जीवन में आ जाए, ദൈവം ഓർക്കുന്നവനാ. आमेन। आधारा परमेश्वर याद करने वाला है। ഹല്ലേലൂയ. ദേശം മുഴുവൻ ക്ഷാമമാകട്ടോ, देश पूरा अकाल है, പക്ഷെ ദൈവത്തിനറിയ എന്റെ ഏലിയാവ് അവിടെ ഉണ്ട്. आमेन आमीन। लेकिन परमेश्वर को पता मेरा एलिया वहां बैठा ദൈവം है। നിന്നെ ഓർക്കുമെന്ന്, परमेश्वर तुझे याद ദൈവം करेगा, നിന്നെ ഓർക്കുമെന്ന്, परमेश्वर तुझे याद ദൈവം करेगा। നിന്നെ ഓർക്കുമെന്ന്. आप God is ready to give you a season of refreshment. परमेश्वर तुझे एक ताजापन का मौसम देने को तैयार है, A season of refreshment. एक ताजगी का समय। കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് വേണം. आप भी बोले परमेश्वर मेरे जीवन में ताजगापन വലിയ चाहिए। കഷ്ടമായ, വലിയ ചൂടുള്ള, വലിയ ഡ്രൈനസിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. परमेश्वर बहुत कष्ट के साथ, संकट के साथ, सूखापन की अवस्था से मैं ഒരു गुजर रहा हूं। മരുഭൂമി സമാനമായ അവസ്ഥയിലൂടെ ഞാൻ കടന്നു एक പോയിക്കൊണ്ടിരിക്കുക. रेगिस्तान की अवस्था से मैं गुजर रहा നിന്റെ हूं। അവകാശം ക്ഷീണിച്ചിരിക്കുക. परमेश्वर तेरा हक जो है सूख എന്നെ गया ഒന്നുകൂടെ है। റിഫ്രഷ് ചെയ്യണമെന്ന് परमेश्वर फिर से मुझे ताजा कर। ദൈവം അങ്ങനെ റിഫ്രഷ് ചെയ്തവരുണ്ട് കേട്ടോ. परमेश्वर ऐसा ताजा किया और लोग हैं, ദൈവം അങ്ങനെ റിഫ്രഷ് ചെയ്തവരുണ്ട്. परमेश्वर ऐसा ताजा किया और लोग हैं। ഹല്ലേലൂയ. അങ്ങനെ കഴുകനെ പോലെ ശക്തിയെ പുതുക്കിയവരുണ്ട്. वैसा उखाब के साथ प्रमाण शक्ति को प्राप्त किया കഴുകനെ और लोग കുറിച്ച് हैं। വേദോസന്ത പറയുന്നത് उखाब के बारे में वचन क्या कहता ശക്തിയെ है? പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ആരെ പോലെ? കഴുകനെ പോലെ. 103-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? 103-ാം സങ്കീർത്തനം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തക്കോണം, നിന്റെ വായ്ക്കവൻ എന്തുകൊണ്ട് തൃപ്തി വരുത്തും? നന്മ കൊണ്ട് തൃപ്തി വരുത്തും. वचन में इस നിന്റെ प्रकार कहते യൗവനം हैं, കഴുകനെ പോലെ പുതുക്കി വരുത്തക്കോണം. वचन में इस प्रकार कहते हैं, जो परमेश्वर का बाट जो होता है वो उखाब के समान अपने आप को नया करता है। वचन में इस प्रकार ഞാൻ कहते हैं, പറഞ്ഞാട്ടെ, റിഫ്രഷ് ആവുന്നത് പറഞ്ഞാട്ടെ. हर एक जन बोले ताजीपन आएगा, റിഫ്രഷ്മെന്റ് വരുന്നേ. एक ताजापन आएगा। നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും आमेन। ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. आपके जीवन में हर एक मंडल में एक ताजगी के लिए प्रार्थना करें। നമ്മൾ മരിക്കുന്നിടം വരെ അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്, റിഫ്രഷ്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. हम मरने तक ऐसे जी नहीं सकते, हमें ताजापन होना पड़ेगा। ഈ സ്പിരിച്വൽ റലത്തിൽ ഒരു റിഫ്രഷ്മെന്റ്, आत्मिक विषय में एक ताजापन, കൃപാവരങ്ങളിൽ ഒരു റിഫ്രഷ്മെന്റ്, कि वरदानों में एक ताजापन, മങ്ങിപ്പോയതൊക്കെ ഒന്ന് തേച്ച് മിനുക്കി, ഒന്ന് ഊതി കത്തിച്ച്, ഒന്ന് ജ്വലിപ്പിച്ച്, ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന അവസ്ഥ. जो बुझ चुका है वो फिर से अपने आप को जला के एक चमका के एक अवस्था। എല്ലാ മേഖലയിലും അല്ലേ, ഭൗതികമാകട്ടെ സ്പിരിച്വൽ ആകട്ടെ, എല്ലാ മേഖലയിലും ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. हर एक मंडल में ताजापन के लिए हमें प्रार्थना करना है। കർത്താവിന്റെ അടുക്കൽ വന്നാൽ ആ റിഫ്രഷ്മെന്റ് ലഭിക്കാനിടയായി. परमेश्वर के पास आएगा तो ताजापन मिलेगा। കഴുകനെ പോലെ ശക്തിയെ പുതുക്കും. उखाब के समान शक्ति को नया നിന്റെ करेगा। യൗവനം കഴുകനെ പോലെ പുതുകി വരും. तेरा जो जवानी उखाब के समान आएगा। അതിന് ദൈവം നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരും. इसके परमेश्वर तेरे जबान पे भलाई से ആ तृप्त करेगा। വാക്യത്തിൽ തന്നെ വലിയൊരു ആത്മിക സന്ദേശമുണ്ട്. उस आयत में आत्मिक अर्थ है ഭൗതിക മണ്ഡലത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. कि बौद्धिक मंडल में हम अप्लाई करने वाला एक प्रिंसिपल है। അവിടെ ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നീ എന്താ കഴിക്കുന്നത് അതാണ് നിന്റെ യൗവനത്തിന്റെ രഹസ്യം. वो तो तू क्या खाएगा वो तेरी जवानी के रहस्य होगा। നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യം തമ്മിൽ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തന വാക്യമാണ്. वो कहते हम जो भोजन खाते हैं उसके साथ हमारा जवानी का एक कनेक्शन देता ഇപ്പോഴത്തെ है। കാലത്ത് ആളുകളെല്ലാം നല്ലോണം നോക്കിയല്ലേ കഴിക്കുന്നത്. എന്തോ ഈ സാധനം നോക്കി അതിന്റെ കണ്ടന്റ് എല്ലാം നോക്കിയല്ലേ കഴിക്കുന്നത്. आजकल लोग बहुत सारी चीजों को परख के चुन के खाते हैं। ഇവിടെ യൗവനം പുതുക്കുന്ന ഒരു ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. यहाँ जो बोलते हैं ना कि जवानी को नया करने के നിന്റെ भोजन करें। യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കോണം, അല്ലേ അങ്ങനെ പറയുന്നത്. तेरी जवानी को उखाब के सबाब नया നിന്റെ करने വായ്ക്ക്, അപ്പൊ നീ കഴിക്കാൻ പോകുന്നത്, നീ കഴിച്ചു കഴിയുമ്പോൾ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകുമെന്ന്. जो तू खाने वाले हो खाने के बाद तेरी जवानी वो क्या है उखाब के समान नया होगा। എനിക്കറിയാം നമ്മളെല്ലാം ചോദിക്കും, പാസ്റ്ററെ ആ ഫുഡ് ഏതാണെന്ന് പറഞ്ഞതാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ യൗവനം ഒന്ന് പുതുക്കണം. मुझे पता है सभी लोग पूछेंगे पासवान वो खाना क्या है, हम सबको खाना है। ഇതിന്റെ ആത്മീക അർത്ഥമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. उसका आत्मिक अर्थ में कह ഞാൻ रहा हूँ। അങ്ങനെ ദുരുപദേശം ഒന്നും പഠിപ്പിക്കത്തില്ല. കർത്താവിന്റെ അടുക്ക് വന്നാൽ നിങ്ങൾക്ക് 10 വയസ്സ് കുറയും
പറയുന്നത്. അങ്ങനെയൊന്നും പഠിപ്പിക്കാനൊക്കത്തില്ല. मैं कोई दुरुपदेश नहीं सिखाया कि परमेश्वर के पास आने से आपका 10 साल कम हो അങ്ങനെ जाएगा। പഠിപ്പിക്കുന്നവർ ഇന്ത്യയെ പോലും ഉണ്ട് കേട്ടോ. ऐसे सिखाने वाले भारत में भी है। ഇന്ത്യയെ പോലും ഒരാളുടെ പ്രസംഗം ഞാൻ കേട്ടു. പുള്ളി പറഞ്ഞു എനിക്ക് പ്രായമൊന്നും വെക്കത്തില്ല കേട്ടോ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും യൗവനക്കാരനായിരിക്കും. एक व्यक्ति इस प्रकार बोला, मुझे उम्र नहीं होगा, मैं नई सृष्टि तो मैं हमेशा അങ്ങനെ जो പ്രസംഗിക്കുന്ന കുറെ नौजवान പേരെ रहेगा। കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടു. पिछले दिनों में ऐसा അങ്ങനെയൊന്നും വേദോസത്തിൽ പറയുന്നില്ല. देखा, वैसे वचन में नहीं कहता। നാച്ചുറൽ പ്രോസസ്സിലൂടെ നമ്മുടെ ശരീരം എങ്ങനെ പ്രായമാകും അങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകും. कि एक नेचुरल प्रोसेस में हमारा जीवन में शरीर में जब फर्क आना चाहिए फर्क होगा। വേദോസത്തിൽ മോശയെ കുറിച്ച് മാത്രമാണ് അങ്ങനെ പറയുന്നത്. അവന്റെ എന്താ പറഞ്ഞത്, രോമം ജരാനരകൾ ബാധിക്കാതെ കണ്ണ് മങ്ങിപ്പോകാതെ ഒക്കെ ഇരുന്നത് മോശയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. मूसा के बारे में इस प्रकार कहते हैं कि उसका जो आंखें है कम दृष्टि कम नहीं हुआ, वो अच्छी तरह से रहा। അത് മോശയുടെ ഒരു പ്രത്യേക വിളിയായിരുന്നു. और मूसा का एक खास बुलावट था। 120ാമത്തെ വയസ്സിൽ 120 साल की പിസ്കാ उम्र में കൊടുമുടിയുടെ മുകളിൽ കയറിയുന്ന പിസ്കായുടെ മുകളിൽ पिस्का बोल के उसके पहाड़ के ऊपर चढ़ा। പിസ്കല്ലേ, പിസ്കാ കൊടുമുടിയുടെ മുകളിൽ 120ാമത്തെ മോശയെ ആളുകളെ കസേരയിൽ ഇരുത്തി പിസ്കയുടെ മുകളിൽ കൊണ്ടുപോയെന്നല്ല. ऐसा नहीं कि मूसा को लोगों ने कुर्सी बिठा के लेके गया। 120 വയസ്സായപ്പോൾ മോശയ്ക്ക് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. कि മോശ ऐसा പറഞ്ഞു എനിക്ക് ദൂരെ നിന്ന് ദേശം ഒന്ന് കാണണം, എന്നെ ഒരു കസേരയിൽ ഇരുത്തിയൊക്കെ കൊണ്ട്. അങ്ങനെയൊന്നുമല്ല, തന്നെ നടന്ന് കയറി. ഇതൊരു ആരോഗ്യമായിരുന്നറിയാം. ऐसा नहीं कि मूसा जब 120 साल का हुआ तो बोला कि मुझे दूर से देखना है, तो लोगों ने उसको कुर्सी पे बिठा के लेके नहीं, वो स्वयं चढ़ के गया। അത് മോശയുടെ ഞാൻ നിങ്ങൾ ഇത് കണ്ടോ, ഞാൻ ഇന്ന് ഏന്തിയാ ഇവിടെ നടക്കുന്നത്. शायद आप देखा होगा कि कभी कभी लंगड़ा के चलता है। ഇന്നലെ നടക്കാൻ പോയപ്പോ കാലൊന്ന് തട്ടിയതാ. कल चलने गया पास्टर तो ഒരു पैर पे मोच आया, കാലിന്റെ മസിൽ പിടിച്ചു. एक पैर का मसल पकड़ा, ആ വേദന ഇതുവരെ മാറിയിട്ടില്ല. वो दर्द अभी तक नहीं അപ്പൊ ആ गया। കാലിന്റെ മസിൽ പിടിച്ചപ്പോ മറ്റേ കാലിലോട്ട് വെയിറ്റ് കൂടുതൽ കൊടുത്തു. तो वो पैर में जब मसल पकड़ा तो दूसरे पैर में ഈ वजन കാലം ज्यादा ഈ दिया। ഇടത് കാലം പ്രൊട്ടക്ട് ചെയ്യാന്. तो एक पैर को प्रोटेक्ट അപ്പൊ ഈ करने के കാലം തന്നെ വെയിറ്റ് ചെയ്തപ്പോ വലത് കാലിന്റെ മുട്ടിന് വേദനയായി. तो दूसरे पैर का घुटने में दर्द हुआ। ഇതൊക്കെ നമ്മുടെ അവസ്ഥ. ये है हमारा अवस्था। പക്ഷെ മോശ അങ്ങനല്ലായിരുന്നു. ये मूसा वैसा അതൊരു नहीं था, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കേട്ടോ. वो एक खास പക്ഷെ रिक्रूटमेंट ന്യൂ था। ടെസ്റ്റ്മെന്റിന്റെ അകത്ത് आमेन। लेकिन नया नियम में അങ്ങനെ ഒരു ഡോക്ടറിൻ ഇല്ല. ऐसे एक डॉक्ट्रिन नहीं है। തെറ്റായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. बहुत सारी चीजें गलत सिखाते हैं लोग, അബദ്ധമാണ്. वो गलत है। ഞാൻ അങ്ങനെ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. मैं वैसा नहीं सिखाता। പക്ഷെ നിന്റെ സ്പിരിച്വൽ ലൈഫിൽ लेकिन तेरे आत्मिक जीवन നിന്റെ അകത്തെ മനുഷ്യന് तेरे अंदर का इंसान നാൾക്ക് നാൾ പുതുകി വരുവാൻ പറ്റുമെന്ന് വേദവസം പഠിപ്പിക്കുന്നു. तेरे अंदर का इंसान जो है दिन पर दिन नया होते आएगा। പൗലോസ് പറയുകയാണ്, पौलुस कहता है ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നു. എന്ത് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതോടും പ്രായം കൂടുന്നതോടും എത്ര നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും ജരാനരകൾ വരും, മസിൽസ് കുറയും, ആരോഗ്യം കുറയും. ഇതൊക്കെ ഈ ഭൂമിയിൽ നമുക്കുള്ളതാ. पौलुस इस प्रकार कहते हैं दिन बर दिन जो हमारे बाहर का इंसान है वो कमजोर होते जाता है। അത് ചിലർക്ക് സ്വല്പം എന്താ പറഞ്ഞ അവരുടെ പാരമ്പര്യം വെച്ച് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകും അല്ലേ. कुछ लोगों को अपना परंपरा की वजह से कुछ कम होगा, അല്ലാതെല്ലാം നമുക്ക് ഉണ്ടാകുന്നതാ കേട്ടോ. वो सबको होता है। ഹല്ലേലൂയ. പക്ഷെ പൗലോസ് പറഞ്ഞു, लेकिन पौलुस ने ഞങ്ങളുടെ कहा പുറമേ ഉള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്ക് നാൾ ക്ഷയിച്ചു പോവുകയാണ്. हमारा जो बाहर का इंसान जो दिन बर दिन कमजोर होता പക്ഷെ है, അകത്തൊരു മനുഷ്യനുണ്ട്. लेकिन अंदर एक ആ इंसान है। അകത്തെ മനുഷ്യൻ എങ്ങനെ वो कैसा है? പുതുക്കം പ്രാപിക്കുക, वो नयापन होता है, റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. वो नयापन होता അപ്പൊ है। പുറമേ ഉള്ള മനുഷ്യനല്ല, वो बाहर का इंसान नहीं, അകത്തുള്ള മനുഷ്യൻ अंदर जो इंसान है കഴുകനെ പോലെ ശക്തിയെ പുതുക്കുകയാണ്. वो उखाब के समान नया हो ഓരോ जाता है। വർഷവും हर एक साल ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ പുതുക്കിക്കണം കേട്ടോ. हर साल परमेश्वर सन्निधि में बैठ के प्रार्थना करके उपवास करके आपके अंदर के इंसान को പുറമേ नया ഉള്ള करना है। കണ്ണ് മങ്ങിപ്പോയാലും കുഴപ്പമില്ല. कि बाहर के जो आंखें वो कमजोर हो तो भी चलेगा, അകത്തെ മനുഷ്യന്റെ ആത്മിക കണ്ണിന് മങ്ങൽ ഉണ്ടാകരുത്. अंदर के इंसान का आत्मिक आंखों में कमी नहीं होना പുറമേ चाहिए। ഉള്ള കാതിന് കേൾവി കുറഞ്ഞാലും പ്രശ്നമില്ല. बाहर के कान की आवाज कम ദൈവം सुनाई दे നമുക്ക് चलेगा, കാഴ്ചയും കേൾവിയും എല്ലാം തരട്ടെ. कि परमेश्वर आपको दृष्टि और को सुनने की शक्ति अच्छी तरह से दे। പക്ഷേ ദൈവ ശബ്ദം കേൾക്കാൻ കഴിയത്തക്കവണ്ണം നിങ്ങളുടെ അകത്തെ കാത് ഓപ്പൺ ആയിരിക്കണം. लेकिन परमेश्वर का आवाज सुनने के लिए आपके अंदर का कान खुलना चाहिए, നാൾക്ക് നാൾ പുതുക്കണം, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. कि दिन बर दिन उसको नया करना है। പൗലോസ് പറയും അകത്തെ മനുഷ്യൻ പുതുക്കിക്കൊണ്ടിരിക്കുക. पौलुस कहते हैं अंदर के इंसान नया हो 103 रहा है। സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, यहाँ भजन संहिता में इस प्रकार कहता है, യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം तेरी जवानी जो है उखाब के समान नया होने നിന്റെ के लिए, വായ്ക്കവൻ
നന്മ കൊണ്ട് തൃപ്തി വരുത്തും. तेरे जवान में वो भलाई से तृप्त करूंगा. അപ്പോൾ അകത്തൊരു മനുഷ്യനുണ്ട് കേട്ടോ. तो अंदर एक इंसान है. അകത്തെ മനുഷ്യൻ ഒരു യൗവനക്കാരനാ. अंदर का जो इंसान है वो नौजवान है. നിങ്ങളുടെ പ്രായം എന്തുവാകട്ടെ, आपका उम्र कुछ भी हो, പ്രായം എത്ര കൂടിയാലും उम्र कितना भी बढ़े, അകത്തുള്ള ആത്മിക മനുഷ്യൻ നിങ്ങൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഒരു യൗവനക്കാരനായിരിക്കും. आपका अंदर का जो व्यक्ति है उसको अगर आत्मिकता में बढ़ाएंगे तो नौजवान बना रहेगा. കാഴ്ചയ്ക്ക് കുറവില്ല, കേൾവിക്ക് കുറവില്ല, യുദ്ധം ചെയ്യാനുള്ള ബലത്തിന് കുറവില്ല. कि वो आंखों में दृष्टि में कमी नहीं है, सुनने की क्षमता अच्छा है और युद्ध करने के लिए भी अच्छा है. കഴുകൻ ശക്തിയെ പുതുക്കുന്നത് പോലെ അത് പുതുക്കിക്കൊണ്ടിരിക്കും. कि उखाब जैसे शक्ति को नया करते वैसा वो नया करेगा. അതിനുവേണ്ടി ഒരു ഫുഡ് തരുന്നുണ്ട്. उसके लिए आपको एक भोजन देता हूं. അതിനുവേണ്ടി ഒരു ഫുഡ് നിന്റെ വായിക്ക് തരുന്നുണ്ട്. നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താനുള്ള ഫുഡ്. उसके लिए एक भोजन तेरे जवान पे देता ആ है. ഫുഡിന്റെ പേരെന്താ? उस खाने का नाम क्या है? നന്മ കൊണ്ട് തൃപ്തി വരുത്തില്ല, നന്മ എന്നാ പറയുന്നത്. बोलते भलाई से तृप्त അതേത് करूंगा. ഫുഡാ ഈ നന്മ എന്ന് പറയുന്ന ഫുഡ്? तो वो कौन सा भोजन है? ഗുഡ്നസ് എന്ന് പറയുന്ന ഫുഡ്. कि भलाई. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ ഒന്ന് പഠിക്കണം. ये समझते हैं तो हमें लूकोस के समाचार पढ़ता മത്തായി है. സുവിശേഷം 7-ാം അധ്യായത്തില് मत्ताई 7 में യേശു കർത്താവ് മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് कि उस प्रकार कहते कटकटाव खुला जाएगा, ढूंढो तो पाओगे कहने के യേശു बाद കർത്താവ് പറഞ്ഞു, यीशु मसीह ने कहा ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ കൊടുക്കുന്നു. എന്താ പറഞ്ഞത്? क्या बोलते हैं कि परमेश्वर अपने पूछने वालों को कितना भलाई देंगे. എത്രയധികം നന്മ കൊടുക്കും. മത്തായി സുവിശേഷത്തിൽ मत्ती में बोलते हैं कितना भलाई അതേ देंगे. വാക്യം ലൂക്കോസ് എഴുതിയപ്പോൾ, वही आए जब लूकोस ने लिखा, അതേ വാക്യം ലൂക്കോസ് എഴുതിയപ്പോൾ वही आए जब ദൈവം लूकोस ने लिखा. തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ കൊടുക്കും എന്നല്ല എഴുതിയത്. तो यह नहीं कहा कि परमेश्वर से पूछने वालों को कितना भलाई देगा, नहीं लिखा. ലൂക്കോസ് എഴുതിയത് लूकोस ने लिखा എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന. कितना ज्यादा पवित्र आत्मा को देगा. അപ്പൊ എന്താ കർത്താവ് കൊടുക്കുന്നത്? तो क्या परमेश्वर देता है? യാചിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. जो मांगने वाले को पवित्र आत्मा देता है. കേൾക്കുന്നുണ്ടോ? क्या सुन रहे हैं? പരിശുദ്ധാത്മാവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്. पवित्र आत्मा है जीवन का सबसे बड़ा भलाई. ഈ വെളിപ്പാട് എത്ര പേർക്കുണ്ട്? ये प्रकाशन कितने लोगों को है? എത്ര പേർക്ക് ഈ അറിവുണ്ട്? कितने लोगों को ये നിങ്ങളുടെ ज्ञान है? ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് आपका सबसे बड़ा जो നിങ്ങളുടെ भलाई ബാങ്ക് कहते हैं, ബാലൻസ് അല്ല, वो बैंक बैलेंस नहीं, നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹവുമല്ല. आपको मिला कोई आशीष नहीं. നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം നന്മ എന്ന് പറയുന്നത് आपका सबसे बड़ा भलाई जो कहता है, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നൽകിയ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവാണ്. आपका जो वादा और पवित्र आत्मा है. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ഒരുപക്ഷെ കാതറിൻ കൂൾമാൻ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. शायद आपने कैथरीन कुलमान के बारे में सुना होगा. കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസിയാണ്. उस जमाने में परमेश्वर सामर्थ से उपयोग किया एक स्त्री है. ഹല്ലേലൂയ. കാതറിൻ കൂൾമാന്റെ ജീവിതം उसका जो जीवन है, വളരെയധികം തകർന്നു പോയൊരു ജീവിതമായിരുന്നു. उसका जीवन बहुत ही बिगड़ा हुआ എന്നാൽ था. ദൈവം അതിൽ നിന്ന് കാതറിൻ കൂൾമാനെ പുറത്തു കൊണ്ടുവരാൻ ഇടയായി. लेकिन परमेश्वर उसको उसमें से बाहर लाया. എന്നാൽ പല ആളുകൾ ഇപ്പോഴും അവരെ വിമർശിക്കുന്നവരുണ്ട്. लेकिन आज भी बहुत सारे लोग उसको क्रिटिसाइज करते അവരെ हैं. വിമർശിക്കാനുള്ള ഒരു കാരണം उसको क्रिटिसाइज करने का एक कारण അവരുടെ പാസ്റ്റ് ആയിരുന്നു. उनका जो पुराना जीवन കാരണം था, അതുപോലെ തകർന്നു പോയൊരു സ്ത്രീയാണ്. वैसा नाश में पड़ी हुई थी. രണ്ടാമത്തെ ഒരു കാരണം അവരുടെ മാനറിസം ആയിരുന്നു. മാനറിസം और दूसरा था ഡ്രസ് ഇടുന്ന कि സ്റ്റൈൽ, उसका जो वस्त्र जो पहनने का स्टाइल, അവരുടെ ബോഡി ലാംഗ്വേജ്. उनका बॉडी लैंग्वेज. ശരിയല്ല, എല്ലാ ദൈവദാസന്മാർക്കും അവരുടേതാകുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. हर एक परमेश्वर दासों का अपना अपना एक ചിലപ്പോൾ बॉडी അത് लैंग्वेज. മറ്റുള്ളവർക്ക് അത് ഒരു ഒഫൻഡിങ് ആയിട്ട് തോന്നും. कभी कभी दूसरों को पसंद ना आएगा. എന്നാൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചൊരു ദൈവദാസിയാണ്. लेकिन परमेश्वर सामर्थ से इस्तेमाल किया उसे. കാതറിൻ കൂൾമാന്റെ ഒരു പ്രത്യേകത, उसकी एक खासियत, കാതറിൻ കൂൾമാൻ പരിശുദ്ധാത്മാവിന് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിരുന്നു. उसने पवित्र आत्मा को सबसे बड़ा स्थान दिया. പരിശുദ്ധാത്മാവിന് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിരുന്നു. पवित्र आत्मा को सबसे बड़ा स्थान. ഹല്ലേലൂയ. വചനത്തിന്റെ വാക്യമില്ലേ, वचन की आयत है, ഞെരുക്കത്തിന്റെ അപ്പം നീ തിന്നാലും കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ചാലും നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. അല്ലെ, അങ്ങനെ ഒരു വാക്യമില്ലേ? കാതറിൻ കൂൾമാൻ ഒരിക്കൽ പറഞ്ഞു, कैथरीन कुलमान ने एक बार कहा, എനിക്ക് ഒരു ദിവസം കഴിക്കാൻ ഒരു പീസ് റൊട്ടി പോലും കിട്ടിയില്ലെങ്കിലും, अगर एक दिन मुझे खाने के लिए एक रोटी भी ना मिले, भले कुछ भी ना हो, ഞെരുക്കത്തിന്റെ അപ്പം ഞാൻ കഴിച്ചാലും, कितना भी अवस्था में रहूं, കണ്ണുനീർ ഞാൻ കുടിച്ചാലും, भले मैं आंसू पी लूं, എനിക്ക് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അത് മതി. मुझे पवित्र आत्मा है तो वही काफी है. പരിശുദ്ധാത്മാവാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. पवित्र आत्मा मेरा सबसे बड़ा भलाई. പരിശുദ്ധാത്മാവാണ് എൻ്റെ ഏറ്റവും വലിയ നന്മ. पवित्र आत्मा मेरा सबसे बड़ा संपत्ति. ആ സഹോദരിയുടെ ശുശ്രൂഷകളിൽ ചില സമയങ്ങളിൽ उस बहन के सेवकाई में कभी समय അവർക്ക് ഫീൽ ചെയ്യാണ് ആളുകൾ പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്യുന്നു.
कि अगर उसको लगता है कि लोग पवित्र आत्मा को चाहता है, ആളുകൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. अगर पवित्र आत्मा को दुख देता അവർ है, വളരെ സെൻസിറ്റീവ് ആയിരുന്നു. वो बहुत सेंसिटिव था, ഒരു ശുശ്രൂഷയിടയ്ക്ക് പറയുമായിരുന്നു, കരയുമായിരുന്നു. वो रोती थी, അവർ പറയുമായിരുന്നു, वो कहती थी someone here, ഇവിടെ ആരോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. या कोई तो पवित्र आत्मा को दुख दे रहा है, ഈ ക്രൗഡിൽ ആരോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. इस भीड़ में कोई तो അവർ पवित्र आत्मा को दुख കരഞ്ഞുകൊണ്ട് देता है, പ്ലീസ്, वो रो के कहती he is थी, the only one I have. वो ही है जो मुझे है, അവൻ മാത്രമാണ് എനിക്കുള്ളത്. പ്ലീസ്, है जो मुझे നിങ്ങൾ है. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. कृपया आप पवित्र आत्मा को दुख मत करो. അങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ടൊരു റിലേഷൻ ऐसा एक पवित्र आत्मा के साथ संबंध, പലർക്കും ഈ അറിവില്ല, बहुत सारे लोगों को ज्ञान नहीं है, പലർക്കും അറിയത്തില്ല. बहुत सारे लोगों को पता नहीं നമുക്ക് है. കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയാമോ? हमें जो मिला सबसे भलाई क्या है, യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ്. कि परमेश्वर ने दिया वादा और पवित्र आत्मा കഴിഞ്ഞ है. ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, पिछले दिनों में बार बार कहा हुआ बात നമ്മുടെ है. നൂറ്റാണ്ടിലെ നമ്മുടെ കാലഘട്ടത്തിലെ സഭകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, हमारे दौर में जो कलीसिया करे सबसे बड़ा गलती, they ignore Holy Spirit. और पवित्र आत्मा को इग्नोर करते അവർ हैं, പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്തു. वो पवित्र आत्मा को സഭകൾ नजरअंदाज करते हैं. പരിശുദ്ധാത്മാവിന് വലിയ റോളൊന്നുമില്ല കേട്ടോ. वो बहुत सारे कलीसिया पवित्र आत्मा का कोई भाग्यता ही नहीं है. പരിശുദ്ധാത്മാ പ്രവർത്തിച്ചാൽ ഇല്ലല്ലോ നമ്മൾ സഹായം നടത്തും. पवित्र आत्मा करे या ना करे हम कलीसिया चलाएगा. പരിശുദ്ധാത്മാവ് വചനം തന്നാൽ ഇല്ലല്ലോ നമ്മൾ പ്രസംഗിക്കും. पवित्र आत्मा वचन दे या ना दे हम प्रचार करेंगे. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ഇല്ലെങ്കിലും നമ്മൾ അന്യഭാഷ പറയും. पवित्र आत्मा आए या ना आए हम അപ്പോൾ നിങ്ങൾ अन्य ഈ भाषा അങ്ങനെ कहेंगे. പറയാൻ പറ്റും. അങ്ങനെ പറയുന്നവരുണ്ടെന്ന്. ऐसे बोलने वाले അതൊക്കെ भी हैं, പഠിച്ചു വെച്ചേക്കുക. वो सीख के रखा है. പണ്ടോ പറഞ്ഞത് ആ ലൈഫിലുള്ളത് ഇപ്പൊ പുതിയ റിഫ്രഷ്മെന്റ് ഒന്നും ഇല്ല. पहले जो कहा था वो जीवन में तो अभी कोई नयापन नहीं है, आत्मिक तौर पे सुखा हुआ है, പക്ഷെ അന്യഭാഷ വേണമെങ്കിൽ പറയും. लेकिन अन्य भाषा कह सकता है. ഞാൻ അങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ചല്ല പറയുന്നത്. मैं ऐसे एक मसीह जीवन के बारे में नहीं कह മഴയാൽ रहा. തന്റെ ജനത്തെ സന്ദർശിച്ചു. वो बारिश के साथ अपने प्रजाओं को കർത്താവ് നിങ്ങളെ റിഫ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. परमेश्वर आपको नया बनाना चाहता അവന്റെ है, ആശ്വാസ കാലങ്ങൾ വെളിപ്പെടുത്തുവാൻ एक ആഗ്രഹിക്കുന്നു. शांति का समय प्रकट करना चाहता അവൻ है, തണുപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. वो ठंडापन देना അവൻ चाहता है, അകത്തെ മനുഷ്യനെ പുതുക്കാൻ ആഗ്രഹിക്കുന്നു. वो अंदर के इंसान को नया God करना want to चाहता है. refresh your inner man. परमेश्वर को आपके अंदर के നിങ്ങളുടെ പുറമേയുള്ള इंसान को മനുഷ്യൻ ക്ഷയിച്ചു जगाना है. പോകുമ്പോഴും आपके बाहर का इंसान जब कमजोर हो रहा है, അകമയുള്ള മനുഷ്യനെ പുതുക്കാൻ ആഗ്രഹിക്കുന്നു. वो अंदर के इंसान को नया करना ഈ चाहता വചനം है. എത്ര പേരോട് സംസാരിക്കുന്നുണ്ട്? ये वचन कितने लोगों से बातचीत നിങ്ങൾ कर എത്ര रहे हैं? പേർ പറയും, കർത്താവ് എനിക്കൊരു പുതുക്കം തരണം, आप में से कितना लोग बोले परमेश्वर मुझे एक नयापन എനിക്കൊരു चाहिए, പുതുക്കത്തെ തരണം, मुझे एक नयापन चाहिए, എനിക്കൊരു പുതുക്കത്തെ തരണം. मुझे एक नयापन चाहिए. നിന്റെ മഴയാൽ എന്നെ സന്ദർശിക്കണം. तेरी बारिश के साथ मेरे पास आना, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം ഞാൻ അനുഭവിക്കണം. पवित्र आत्मा का स्पर्श में अनुभव നിങ്ങളുടെ करो. ആത്മിക യൗവനത്തെ കഴുകനെ പോലെ പുതുക്കുന്ന നന്മയാണ് പരിശുദ്ധാത്മാവ്. आपकी जवानी को उखाब के सामान नया करने का शक्ति है पवित्र आत्मा. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ആത്മിക മനുഷ്യൻ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. पवित्र आत्मा के द्वारा आपका आत्मिक इंसान जो है नया कर होता है. ഇത് എഫേസ്യ ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്. ये एफएससी की किताब में पौलुस कहता എഫേസ്യ है, ലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? एफएससी में पौलुस ने क्या कहा? പരിശുദ്ധാത്മാവിന്റെ നവീകരണം എന്താ പറഞ്ഞത്? वो कहते हैं पवित्र आत्मा का നവീകരണം, റിഫ്രഷ്മെന്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. സോ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡോക്ടറിൻ അല്ല, ഇറ്റ്സ് എ ബിബ്ലിക്കൽ ഡോക്ടറിൻ. ये हमने बनाया हुआ एक डॉक्ट्रिन ये बिब्लिकल है. ഹൗ യുവർ ഇന്നർ മാൻ, നിങ്ങളുടെ ഇന്നർ മാൻ എങ്ങനെയാണ് റിഫ്രഷ് ആകുന്നത്? आपका अंदर का इंसान कैसा रिफ्रेश നിങ്ങളുടെ होता है? ഉണങ്ങി വരേണ്ട ആത്മിക അവസ്ഥ എങ്ങനെയാണ് മാറുന്നത്? आपका जो सूखा हुआ अवस्था कैसा बदलता है? എല്ലാവരും പറഞ്ഞാട്ടെ. सभी लोग कहें പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താൽ, कि पवित्र आत्मा का नया करने से, റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. कि पवित्र आत्मा का नयापन വാക്യം से. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. वो आयत का है मुझे याद नहीं आ रहा. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താൽ, पवित्र आत्मा का नयापन से. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എന്നെ ഒന്ന് പുതുക്കണം. आज इन दिनों में प्रार्थना करो कि परमेश्वर मुझे नया होना ഒറ്റ है. നിമിഷം കൊണ്ട് ദൈവം പുതുക്കിയ ആളുകൾ വേദപുസ്തകത്തിലുണ്ട്. एक क्षण में परमेश्वर नया किया हुआ लोग हैं മനം वचन में. തിരിഞ്ഞപ്പോൾ, മടങ്ങി വന്നപ്പോൾ, जब मन फिराया, जब लौट आया, ഹല്ലേലൂയ. മനം തിരിഞ്ഞപ്പോൾ, മടങ്ങി വന്നപ്പോൾ, जब मन फिराया और लौट आया, ഒറ്റ നിമിഷം കൊണ്ട് एक പുതുക്കം क्षण में പ്രാപിച്ച, नया बनाया, ഒറ്റ നിമിഷം കൊണ്ട് പുതുക്കം പ്രാപിച്ച ആളുകൾ. एक क्षण में नया हुआ. അങ്ങനെ ഒരാളാണ് നെബൂഖദ്നേസർ രാജാവ്. वैसा एक था नबूकदनेस्सर राजा. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ दानियेल की किताब 4 में हम देखते हैं നെബൂഖദ്നേസറിന്റെ ഒരു അനുഭവം ഇവിടെ കാണുന്നുണ്ട്. नबूकदनेस्सर का अनुभव हम देखते हैं. 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ 4 के अंतिम में
നെബൂഖദ്നേസർ രാജാവ് ഒരു പ്രത്യേക കഷ്ടത്തിലൂടെ 7 വർഷം കടന്നു പോവുകയായിരുന്നു അല്ലേ? नेबूकदनेस्सर राजा एक खास तकलीफ से 7 साल गुजरा। 7 വർഷത്തിന് ശേഷം 7 साल के बाद നെബൂഖദ്നേസർ ഒരു കാര്യം റിയലൈസ് ചെയ്തു. 7 साल के बाद उसे एक अनुभव हुआ। എല്ലാത്തിന്റെ മേലും അധികാരമുള്ള സുപ്രീം പവർ എന്ന് പറയുന്നത്, सब पे जो अधिकार है, जो सुप्रीम अथॉरिटी है, പരമാധികാരി എന്ന് പറയുന്നത്, जो परम अधिकारी है, ദൈവമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. वो परमेश्वर करके वो जाना। രാജാക്കന്മാരെ വെക്കുകയും നീക്കുകയും ചെയ്യുന്നവൻ ദൈവമാണ്. वो राजाओं को रखता है, नियुक्त करता है और हटाता है, परमेश्वर है। അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എത്രയോ ഏകാധിപതികൾ വന്നിട്ടുണ്ട് കേട്ടോ. नहीं तो दुनिया में कितने डिक्टेटरशिप आया हुआ है, ഏകാധിപതികൾ, एक डिक्टेटर। ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം അവരാരും അമരന്മാരായി ജീവിച്ചില്ല. वो कोई भी अमर बन के नहीं जिया। വന്നതിലും അധികം വേഗത്തിൽ അവരൊക്കെ പോയി. जितने आया उससे भी तेजी से वो गए। ഹല്ലേലൂയ. സീസറും അല്ലേ, ഹല്ലേലൂയ. പിന്നെ ആരൊക്കെയാണ് അങ്ങനെ അങ്ങനെ നെപ്പോളിയൻ പോലെയുള്ള, ഹിറ്റ്ലർ പോലെയുള്ള, മുസോളിനി പോലെയുള്ള എത്ര ഏകാധിപതികളെ ഈ ലോകം കണ്ടതാ. कि सीसर, हिटलर, नेपोलियन से कितने लोगों को दुनिया ने देखा है। അവരൊക്കെ കാലചക്രം ഉരുണ്ടു മാറിയപ്പോൾ കാറ്റ് അവരെയും കൊണ്ടുപോയി. कि समय का चक्कर घुमा तो हवा उन्हें भी ले गया। ലോകത്തെ വിറപ്പിച്ചവരുണ്ടായിരുന്നു, जो दुनिया को डराया लोग हैं, ബുദ്ധിമാന്മാരുണ്ടായിരുന്നു, बुद्धिशाली थे। ഹല്ലേലൂയ. മേരി ജോൺ തോട്ടം മേരി ജോൺ ബെനിഞ്ഞ എന്നൊക്കെ പറയുന്ന ഒരു പഴയ കവിയത്രി ഉണ്ടായിരുന്ന കന്യാസ്ത്രീയായിരുന്നു. മേരി ജോൺ തോട്ടം, मेरी जॉन तोटम बोल के एक स्त्री थी। മേരി ജോൺ ബെനിഞ്ഞ എന്നൊക്കെയായിരുന്നു അവരുടെ പേര്. ഒരു കന്യാസ്ത്രീയായിട്ടുള്ള ഒരു, वो एक नन थी। അവര് പണ്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്. उन्होंने पहले ऐसा गाया है। ഹല്ലേലൂയ. ലോകമേ വിട എന്ന് പറയുന്നൊരു കവിതയാണെന്ന് എൻ്റെ ഓർമ്മ. वो कविता इस प्रकार है। സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും സമർത്ഥനായ സീസറും പ്രസിദ്ധനാകും ഹോമറും സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും ഇവരെല്ലാം കാലചക്രം അതിൽ മറഞ്ഞു പോകുവാനിടയായി തീർന്നു. സീസറും ഹോമറും സോളമനും ഇങ്ങനെയുള്ള വിജ്ഞന്മാർ, ഇങ്ങനെയുള്ള പ്രസിദ്ധന്മാർ ഒക്കെ കാലചക്രത്തിൽ അവരെ മാറി മറഞ്ഞു പോകുവാനിടയായി തീർന്നു. सीसर, होमर, ये जो है, ये सब लोग जो है कि समय के चक्कर में सब गुजर गए। നെബൂഖദ്നേസറിന് ഒരു കാര്യം മനസ്സിലായി. नेबूकदनेस्सर की बात है, കാലഘട്ടത്തിൽ ഏറ്റവും പ്രബലമാകുന്ന സാമ്രാജ്യത്തിന്റെ സാമ്രാട്ടാണ് കേട്ടോ, ചെറിയ ആളൊന്നുമല്ല. उस समय का सबसे शक्तिशाली राजाओं में सम्राट में एक था। ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തിന്റെ രാജാവോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നുമല്ല. ये कोई छोटे देश का प्रधानमंत्री या प्रेसिडेंट ശക്തമായ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സാമ്രാട്ടായിരിക്കുന്ന നെബൂഖദ്നേസർ, बाबुलोन का जो सम्राट था, അവനൊരു തിരിച്ചറിവുണ്ടായി. उसे एक एहसास हुआ, ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതെങ്കിലും അത്യുന്നതനാണ് ഭരിക്കുന്നവൻ, വാഴുന്നവൻ. कि मैं उस सिंहासन में बैठते तो भी जो अधिकारी जो है वो परमेश्वर है। ഹല്ലേലൂയ. ആ അറിവ്, वो ज्ञान അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ उसने जो पुकार के कहा। നിങ്ങളൊന്ന് വായിച്ച് 4-ാം അധ്യായം, आप जब पढ़िए दानियल 4 34-ാം വാക്യം മുതൽ. उसका 34। ഓക്കെ. ആ കാലം കഴിഞ്ഞ ശേഷം നെബൂഖദ്നേസർ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. ഇത്ര നാൾ എവിടെ കണ്ണു വെച്ചെന്നറിയാമോ? उस समय के बाद नेबूकदनेस्सर अपने आंखों को स्वर्ग की ओर उठाया। अब तक उसने आंखें कहाँ रखा था? നെബൂഖദ്നേസറിന്റെ ജീവിതാനുഭവം എന്താ? उसका अनुभव क्या है? ബാബിലോൺ സാമ്രാജ്യത്തെ നിർമ്മിച്ച് അതിന്റെ പ്രൗഢിയിൽ, അതിന്റെ ഗാംഭീര്യത്തിൽ വളർത്തിയെടുത്ത നെബൂഖദ്നേസർ, कि जो बाबुलोन सम्राट को जो बनाया, उसको इतना बड़ा जो किया नेबूकदनेस्सर। പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ബാബിലോൺ അല്ലേ? क्यों चमत्कारों में से एक था बाबुलोन। 7 wonders of the ancient world, പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ബാബിലോൺ. जो उसमें से एक था बाबुलोन। ബാബിലോണിൽ എന്താ പറയുന്നത്? തൂക്ക്, ഹാങ്ങിങ് ഗാർഡൻ. ഹല്ലേലൂയ. ആളുകൾക്ക് അത്ഭുതമായിരുന്നു നെബൂഖദ്നേസറിന്റെ ബാബിലോൺ. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ബാബിലോൺ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ട് बाबुलोन को एकदम खूबसूरत बना के 29-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 29 में इस प्रकार लिखा है, അവൻ ബാബലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. അവൻ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. 29-ാം വാക്യം. കേട്ടോ, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ, എന്താ പറയുന്നത്?
ये क्या ഇത് कहते हैं? ഞാൻ ये मैं अपने എന്റെ ധനമാഹാത്മ്യത്താൽ मेरा बल और सामर्थ्य എന്റെ से, പ്രതാപ മഹത്വത്തിനായി मेरा बल और सामर्थ्य ഞാൻ से, ഉണ്ടാക്കിയ മഹദിയാം ബാബിലോൺ. कि मैंने जो बनाया वो बाबिलोन. ഒരു സത്യം നാം മനസ്സിലാക്കണം. एक सच्चाई हमें समझना है. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ वचन में उत्पत्ति से മനുഷ്യൻ തന്റെ മഹത്വത്തിന് വേണ്ടി കെട്ടി ഉയർത്തിയതിനെയൊക്കെ ദൈവം തകർത്തിട്ടുണ്ട്. इंसान ने अपनी महिमा के लिए जो भी बनाया सबको परमेश्वर ने तोड़ा है. അങ്ങനെ ഒന്നാമത് തകർത്തതാണ് ബാബേൽ. वैसा पहला जो थोड़ा बाबेल, ബാബേലും ബാബിലോണും ഒക്കെ തമ്മിൽ പേര് സാമ്യമുണ്ടല്ലേ? बाबेल बाबिलोन सबके नाम में थोड़ा बहुत ഹല്ലേലൂയ. सुन्नता है. ആദ്യം ബാബേലിനെ തകർത്തെങ്കിൽ सबसे पहले अगर बाबेल को थोड़ा, നെബൂഖദ്നേസർ പറഞ്ഞു, ഇതെന്റെ ബാബിലോണാണ്, ये मेरा बाबिलोन है, എന്റെ പണം കൊണ്ടുണ്ടാക്കിയതാ, मेरे धन से എന്റെ बनाया, മിടുക്ക് കൊണ്ടുണ്ടാക്കിയതാ. मेरे सामर्थ से ഈ बनाया. വാക്ക് വായിലിരിക്കുമ്പോൾ തന്നെ ये जब बात उसके जबान पे था, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. स्वर्ग से एक आवाज आया ഹല്ലേലൂയ. രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. कि राज्य तो जो है तेरे को छोड़ के निकला. അറിയാമോ എന്താ സംഭവിച്ചെന്ന്? आपको पता है क्या हुआ? ഈ രാജാവിന്റെ ബുദ്ധി പോയി. इस राजा का बुद्धि गया. അവൻ പശുവിനെ പോലെ കാട്ടിലിറങ്ങി പുല്ല് തിന്നാൻ തുടങ്ങി. वो गाय के समान जंगल में जाके അടുത്ത घास खाने 7 लगा. വർഷം ഈ മഹാരാജാവ് കാട്ടിലായിരുന്നെന്ന്, फिर अगला 7 साल ये जो महाराजा जंगल में था പുല്ല് തിന്ന് നടക്കുകയായിരുന്നെന്ന്. वो घास खा रहा था. അവസാനം अंत में 7 വർഷം കഴിഞ്ഞപ്പോൾ 7 साल के ഇവന്റെ बाद ബുദ്ധി തെളിഞ്ഞു. उसको एक होश आया എന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കി. और उसने स्वर्ग की ओर എന്ന് പറഞ്ഞാൽ देखा. അവൻ റിപ്പന്റ് ചെയ്തു. उसका मतलब वो पश्चाताप അവൻ किया, അനുതപിച്ചു, पश्चाताप किया, ദൈവത്തിലേക്ക് നോക്കി. परमेश्वर की ओर देखा. പത്രോസ് പറഞ്ഞ വാക്യം മറക്കരുത്. पत्रोस ने बोला आयत भूलना नहीं है, മാനസാന്തരപ്പെടുക, मन फिराओ, ദൈവത്തിലേക്ക് മടങ്ങി വരിക. परमेश्वर में लौट आओ. എന്നാൽ ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വെളിപ്പെടും. यदि तू लौट आएगा, परमेश्वर के पास आएगा, तो परमेश्वर का शांति तुझे मिलेगा. മാനസാന്തരപ്പെട്ടാൽ, अगर तू मन फिराए, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായാൽ, परमेश्वर में लौट आएगा, എനിക്കും നിനക്കും ഒരു സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് ദൈവം വെളിപ്പെടുത്തുവാൻ मुझे और तुझे एक ताजापन का मौसम परमेश्वर देगा. എന്നിട്ട് എന്താ സംഭവിച്ചത്? फिर क्या हुआ? അവൻ സ്വർഗത്തിലേക്ക് നോക്കി. उस स्वर्ग की ओर देखा ഹല്ലേലൂയ. എന്നിട്ട് അവൻ പറഞ്ഞു, और वो कहा, എന്റെ ബുദ്ധി സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, അപ്പോൾ എന്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു. जो स्वर्ग की ओर आंख उठाया तो उसकी बुद्धि उसके ദൈവം पास लौट കുറച്ച് आया. സമയത്തേക്ക് ഈ ബുദ്ധി ഒന്ന് എടുത്തു കളഞ്ഞു. परमेश्वर कुछ समय के लिए बुद्धि को उठा ചില लिया. മനുഷ്യരെ ദൈവം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, വേദോസം പറയുന്നുണ്ട് അല്ലേ? कुछ इस प्रकार बोलते, कुछ इंसान को परमेश्वर से छोड़ देंगे. നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നികൃഷ്ട ബുദ്ധിക്ക്, നികൃഷ്ടമായ ഋണാകരണ പോലെ ബുദ്ധി, മതലബ് घृणा करने वाला बुद्धि के लिए दे देते हैं. എന്താ കാരണം? कारण क्या है? ഇവൻ ദൈവത്തിൽ നിന്ന് ദൂരെ ജീവിക്കുന്നത് കൊണ്ട് ये परमेश्वर से दूर जी रहे बोल के ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കിയെന്നല്ലേ? फरोन का जो हृदय परमेश्वर ने खड़ा किया, അതുപോലെ ദൈവം ചിലരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കളയും. वैसे परमेश्वर कुछ लोगों ഇവൻ घृणा ഇപ്പോ बुद्धि के दे देते हैं. പരസ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ തമാശയായിട്ട് നിൽക്കുക, ആരെ? ഈ രാജാവ്. ये राजा भी दुनिया के सामने मजाक बन के खड़ा है. പക്ഷെ അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ लेकिन जो परमेश्वर की ओर देखा, അവന്റെ ബുദ്ധി തിരിച്ചു വന്നു. उसका बुद्धि लौट आया. ഹല്ലേലൂയ. മടങ്ങി വന്നു. लौट आया. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി, मैंने परम प्रधान को धन्यवाद दिया. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു, ബഹുമാനിക്കുകയും ചെയ്തു. हमेशा जीवित रहने वाले को नमस्कार किया, सम्मान किया. ഇന്ന് വരെ ആരെയും ബഹുമാനിക്കാത്ത, आज तक किसी को जो सम्मान नहीं ആരെയും किया, ആരാധിക്കാത്ത നെബൂഖദ്നേസർ किसी को आराधना नहीं करने वाले ദൈവത്തെ नेबूकदनेस्सर ആരാധിക്കാൻ തുടങ്ങി. परमेश्वर को आराधना किया. ഹല്ലേലൂയ. എന്നിട്ട് और അവന്റെ ആധിപത്യം എന്നേക്കുമുള്ളത്, അവന്റെ രാജ്യത്വം തലമുറ തലമുറയുള്ളത്. ഇതൊക്കെ നെബൂഖദ്നേസർ പറയുകയാണ്. और नेबूकदनेस्सर कहता है उसके जो राज्य तो हो पीढ़ी पर पीढ़ी रहेगा. കുറച്ച് മുന്നോട്ട് ഞാൻ ഓടി വരികയാ. कुछ आगे इस प्रकार है. 36 വാക്യം പറയുന്നു. 36 में कहता है, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ऐसा कहते ही समय ആ നേരത്ത് തന്നെ, उसी क्षण ആ നേരത്ത് തന്നെ ഉസി എന്റെ ക്ഷण ബുദ്ധി മടങ്ങി വന്നു. उसका बुद्धि लौट आया. എന്റെ രാജ്യത്വത്തിന്റെ മഹത്വത്തിനായി എന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. कि उसके राज की महिमा के लिए उसकी प्रताप लौट के आया. എന്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. मैं उसके मंत्री और लोग उसको खोजे. ഹലോ, റീസ്റ്റോറേഷനാ. ये रिस्टोरेशन है. ദൈവത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ये परमेश्वर की ओर देख के जब प्रार्थना कर നഷ്ടപ്പെട്ട रहा ബുദ്ധി था, തിരിച്ചു വരുന്നു, जो नष्ट हुआ बुद्धि लौट आ रहा है, മുഖശോഭ തിരിച്ചു വരുന്നു. जो सम्मान लौट के आ रहा है. വിശ്വസിക്കാൻ പറ്റുമോ? क्या विश्वास कर सकते हैं? മുഖത്തൊരു ചമക്ക്. चेहरे में 7 चमक. വർഷം ഇല്ലാത്തൊരു ഗ്ലോറി മുഖത്തേക്ക് ഇറങ്ങി വന്നത് 7 साल जो नहीं था वैसे एक चमक चेहरे पे आया. ദൈവം റീസ്റ്റോർ ചെയ്തവനാ.
परमेश्वर जो रिस्टोर करता है മിനിറ്റ് വെച്ച് റിസ്റ്റോർ ചെയ്യുന്നവനാ. कि क्षण में रिस्टोर ചിലരെ करता है നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുക. कुछ लोगों को देख के आत्मा में നിന്റെ मैं कहता हूं നഷ്ടപ്പെട്ട മഹത്വം മിനിറ്റ് വെച്ച് കർത്താവിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന്. तेरा खोया हुआ महिमा परमेश्वर क्षण भर में लौटा के दे सकता മിനിറ്റ് है വെച്ച് റീസ്റ്റോർ ചെയ്യാൻ, और क्षण भर में लौटा के दे നിന്നെ सकता है അത്ഭുതമാക്കുവാൻ. तुझे चमत्कार എല്ലാ करने के लिए കാലത്തേക്ക് ദൈവം നിന്നെ മറക്കത്തില്ല. हर समय के लिए परमेश्वर तुझे भूलेगा എല്ലാ नहीं കാലത്തേക്ക് മറക്കത്തില്ല. ദൈവം നിന്നെ ഓർക്കുമെന്ന്. हर समय के लिए परमेश्वर भूलेगा नहीं ദൈവം तुझे ഓർത്താൽ याद തന്റെ करेगा ജനത്തെ ദൈവം സന്ദർശിക്കുമെന്ന്. जो परमेश्वर याद के तो तेरे അങ്ങനെ पास ഒരു അനുഭവം आएगा കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ऐसे एक अनुभव है कि मैं प्रार्थना करने जा रहा हूं വേദപുസ്തകത്തിൽ ലൂത്തിന്റെ പുസ്തകം, कि वचन में रूत का जो किताब ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. ये बदलहे में ഹല്ലേലൂയ. अकाल आया നവോമിയും കുടുംബവും മോവാബ് ദേശത്തേക്ക് പോയി. नाओमी और कुटुंब जो है वो मोआब में चले गए പിന്നെ വചനം എന്താ പറയുന്നതെന്ന് फिर അറിയാമോ? वचन क्या कहता है ദൈവം ബേത്ലഹേമിനെ ഓർത്തു സന്ദർശിച്ചു. परमेश्वर बेतलेहम को याद किया वहां ദൈവം परमेश्वर आया ദൈവം സന്ദർശിച്ചോ? परमेश्वर आया എല്ലാവരും क्या പറഞ്ഞാട്ട് ദൈവം എന്നെ മറക്കത്തില്ല. हर एक जन बोले परमेश्वर मुझे भूलेगा नहीं എന്റെ ജീവിതത്തിൽ ക്ഷാമം ഇപ്പോൾ ഉള്ളത് താൽക്കാലികമാണ്. मेरे जीवन जो अकाल आया वो क्षण भर के लिए है ദൈവം എന്നെ സന്ദർശിക്കുമെന്ന്. लेकिन परमेश्वर मेरे पास ദൈവം आएगा ബേത്ലഹേമിനെ സന്ദർശിച്ചിട്ട് परमेश्वर बेतलेहम को आके ബേത്ലഹേമിൽ ഇപ്പം ഭയങ്കര കൊയ്ത്ത് നടക്കുക. अभी बेतलेहम बहुत बड़ा कटनी चल रहा है ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമെന്ന്. मैं मेरे प्रजा का अवस्था എന്റെ बदलेगा ജനത്തിന്റെ സ്ഥിതിയെ ഞാൻ മാറ്റുമെന്ന്. मेरे प्रजा का अवस्था बदलेगा സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് ഞാൻ തരുമെന്ന്. कि एक नयापन का मौसम അങ്ങനെ देगा സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് വന്നു കഴിഞ്ഞാൽ, वैसा नयापन का जब मौसम എന്റെ ജനത്തെ आएगा ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞാൽ, मैं मेरे लोगों के पास आने के എന്റെ बाद മഴ അവരുടെ മേൽ പെയ്യുമെന്ന്. मेरा बारिश उन पे അവരുടെ गिरेगा ക്ഷീണിച്ചിരിക്കുന്ന അവകാശങ്ങൾക്ക് പുതുക്കം വരുമെന്ന്. उनका जो थका हुआ हक को जो नयापन അവരുടെ करेगा നഷ്ടപ്പെട്ട മുഖശോഭ മിനിറ്റ് വെച്ച് തിരിച്ചു വരുമെന്ന്. उनका जो चेहरे का जो शोभा जो गया കഴുകനെ था वो क्षण പോലെ भर में അവരുടെ आएगा ഇന്നർ മാൻ ശക്തിപ്പെടുമെന്ന്. उकाब के समान उसके अंदर के इंसान को सामर्थ्यशाली ഓ, होगा കൃപാവരങ്ങൾ പഴയ തേജസ്സോടെ പുറത്തു വരുമെന്ന്. जो वरदान है पहले शोभा के साथ बाहर आएगा പഠിച്ചു വെച്ച അന്യഭാഷയല്ല, जो सीख के रखा अन्य भाषा नहीं, പ്രാപിച്ചു പറയുന്ന അന്യഭാഷ നിന്നിൽ നിന്ന് പുറത്തു വരുമെന്ന്. जो प्राप्त किया वो अन्य भाषा तेरे द्वारा वो आएगा റിഫ്രഷ്മെന്റ്, एक नयापन അകത്തെ മനുഷ്യന്റെ റിഫ്രഷ്മെന്റ് ഉണ്ടാകുമെന്ന്. कि अंदर के इंसान का नयापन होगा ആത്മിക കാതുകൾ പിന്നെയും ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങുമെന്ന്. वो कान फिर से परमेश्वर की आवाज सुनने दे ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകളും ദർശനങ്ങളും നീ കാണാൻ തുടങ്ങുമെന്ന്. आज तक जो दर्शन जो तूने देखा नहीं वैसे दर्शन तेरी आंखें ഒരു देखेगा കൊയ്ത്തുകാലം ഒരുങ്ങാൻ एक പോകുകയാണെന്ന്. कटनी वो तैयार നീ होने वाला है കണ്ണുനീരോടുകൂടെ വിതച്ചെങ്കിൽ अगर तू आंसू के साथ ആർപ്പോടെ बोया है കൊയ്യുന്ന ഒരു കൊയ്ത്തുകാലം. तो आनंद के साथ काटने वाला एक समय 126 സങ്കീർത്തനക്കാരൻ പറഞ്ഞു, भजन संहिता में इस प्रकार कहता ദൈവം है തന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, परमेश्वर जब अपने बंदियों को लौटा के മറ്റൊരു लाया ഭാഷയിൽ പറഞ്ഞാൽ, दूसरे एक भाषा में ദൈവം के തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റിയപ്പോൾ जब परमेश्वर अपने लोगों की अवस्था को बदला ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. हम सपना देखने वाले समान എന്താ था അർത്ഥം അറിയാമോ? उसका अर्थ क्या है ഞങ്ങൾക്ക് തോന്നി കർത്താവെ ഞങ്ങൾ സ്വപ്നം കാണുകയാണെന്ന്. हमें इस प्रकार लगा परमेश्वर हम सपना देख വിശ്വസിക്കാൻ रहे हैं പറ്റുന്നില്ലെന്ന്. हम ये विश्वास नहीं कर पाए പത്രോസിനെ വിടുവിക്കാൻ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ, कि पत्रोस को छुड़ाने के जो स्वर्गदूत ദൂതൻ उतर आया തട്ടി ഉണർത്തിയപ്പോൾ दूत सब स्वर्गदूत उसको जब उठाया പത്രോസ് പറഞ്ഞു, അയ്യോ ഞാൻ സ്വപ്നം കാണുകയാണെന്ന് പറഞ്ഞു. पत्रोस कहा मैं सपना देख रहा हूं സ്വപ്നം കാണുന്നത് പോലുള്ള വിടുതൽ, റീസ്റ്റോറേഷൻ നിന്റെ ജീവിതത്തിൽ തരാൻ ദൈവം വിശ്വസ്തനാണ്. सपना जैसा छुटकारा तेरे जीवन में प्रकट करने के लिए परमेश्वर सामर्थ्यशाली है രാവിലത്തെ ഹിന്ദി സർവീസിലും പറഞ്ഞു, सुबह के हिंदी सर्विस में कहा നമ്മൾ പിച്ച് നോക്ക്, കർത്താവ് ഇതൊക്കെ സത്യമാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? हम चुट्टी मार के देखेंगे परमेश्वर ഇത് सच्चाई real कैसा ആണോ होगा അതോ क्या ഞാൻ സ്വപ്നം ये കാണുകയാണ്? हकीकत है या मैं सपना देख रहा हूं ധൈര്യത്തോട് പറഞ്ഞാട്ടെ, ദൈവം തന്റെ अब धैर्य के ജനത്തിന്റെ साथ സ്ഥിതിയെ बोलो। മാറ്റുമ്പോൾ परमेश्वर अपने लोगों का अवस्था യാക്കോബ് बदलेगा സന്തോഷിക്കും, याकूब आनंदित ഇസ്രായേൽ होगा ആനന്ദിക്കും. इस्राएल आनंदित ഞങ്ങൾ होगा സ്വപ്നം കാണുന്നവരെ हम പോലെയാകും. सपना देखने वाले ഓ, समान होगा। കണ്ണുനീരോട് വിതയ്ക്കുന്ന സീസൺ മാറിയിട്ട് कि आंसू के साथ बोने वाला अवस्था ആർപ്പോട് बदल के കൊയ്യുന്ന ഒരു സീസൺ ഒരുങ്ങാൻ एक പോകുകയാണ്. आनंद के साथ काटने वाला ദൈവം समय തന്റെ आएगा ജനത്തിന്റെ മുറിവുകളെ ഹീൽ ചെയ്യാൻ പോകുകയാണ്. परमेश्वर अपने लोगों को जो घाव को हो चंगा ദൈവം करेगा തന്റെ ജനത്തിന്മേൽ ഇറങ്ങി വരാൻ പോകുകയാണ്. परमेश्वर अपने लोगों के पास आएगा ഹോശേയ 6-ാം അധ്യായം होशिया 6 में എന്താ എഴുതിയിരിക്കുന്നതെന്ന് क्या അറിയാമോ? लिखा है? എന്റെ അടുക്കിലേക്ക് കയറി വാ. जो मेरे पास आ जाओ കർത്താവ് പറയും, എന്റെ അടുക്കിലേക്ക് വാ മക്കളെ, परमेश्वर बोलते मेरे पास നിങ്ങൾ എന്റെ आ അടുക്കിലേക്ക് ഒന്ന് വാ, तू मेरे पास ഞാൻ आ നിങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കും, मैं तेरे घावों को चंगा करेगा ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും. मैं तुझे उठाऊंगा मैं तुझे जीवित ഹോശേയ करूंगा 6-ാം അധ്യായം. होशिया 6 में എന്നിട്ട് എന്താ ഹോശേയ പറഞ്ഞതെന്ന് അറിയാമോ? और होशिया क्या कहता है ഹലോ, ഒന്ന് വായിച്ചാട്ട് അതിന്റെ 3-ാം വാക്യം മുതൽ. होशिया 6 ഉസിനെ ഫാടാ ചലോ ഹം യഹോവ की ओर फिरे നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലാം, ഒന്ന് മടങ്ങി ചെല്ലാം.
हम होश परमेश्वर की ओर जब लौट के जाते हैं, നമ്മൾ മടങ്ങി ചെല്ലാൻ തയ്യാറാണെങ്കിൽ अगर हम लौट जाने को അവനാ तैयार നമ്മളെ है, കടിച്ചു കീറിയത് കേട്ടോ. उसी ने हमें घाव दिया है, അവൻ നമ്മളെ സൗഖ്യമാക്കും. वो हमें चंगा करेगा। ആമേൻ, ആമേൻ, हालेलुया, ആമേൻ, हालेलुया, ഹല്ലേലൂയ. हालेलुया। അവൻ നമ്മളെ സൗഖ്യമാക്കുമെന്ന്. वो हमें चंगा करेगा। അടുത്ത വാക്യങ്ങൾ. ആ ആ അവൻ നമ്മുടെ മുറിവുകളെ കെട്ടുമെന്ന്. वो हमारे गाँव पे पट्टी ദൈവമേ, बांधेगा। നിന്റെ മുറിവിനെ സ്വർഗ്ഗം കെട്ടാൻ പോവുകയാണ്. परमेश्वर बच्चों आपके घाव को परमेश्वर बांधेगा। എവിടെയെങ്കിലും മുറിവുണ്ടോ? किधर घाव है क्या? പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാം, ഗിലെയാദിലെ ആ തൈലം ഒന്ന് പൂശാൻ പോവുകയെന്ന് പകൽക്കാലം. कि पवित्र आत्मा बोलते हैं जो गैलियाल का जो तेल है वो लगाने वाला है, നിന്റെ മുറിവുകളെ കെട്ടാൻ പോവുകയാണ്. അടുത്ത तेरे വാക്യം, അടുത്ത घावों को വാക്യം, बांधने वाला है। ആ അവൻ നമ്മളെ ജീവിപ്പിക്കും, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. മൂന്നാം ദിവസം അവൻ നമ്മെ അടുത്ത വാക്യം ആ ആ ആ യഹോവ का प्रकट होना भोर का जैसे निश्चित है. അവന്റെ പ്രത്യക്ഷത പ്രഭാതം പോലെ. അടുത്ത വാക്യം देखो എങ്ങനെയാ നമ്മുടെ മേൽ ഇറങ്ങി വരുന്നത്? वो कैसा हमारे ऊपर आने वाला है? മലയാളം മലയാളം അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ. എല്ലാരും പറഞ്ഞാട്ടെ, അവൻ മഴ പോലെ എന്റെ മേൽ ഇറങ്ങി വരും. हर एक जन बोलो बारिश के समान मेरे ऊपर उतर आएगा। ഭൂമിയെ മഴയ്ക്ക് നനയ്ക്കുന്ന പിന്മഴ പോലെ ഇറങ്ങി വരും. ओ लेटर बारिश रेन के जैसा ഞാൻ मेरे ഇന്ന് ऊपर उतर മുറിവേറ്റ आएगा। വ്യക്തിയാ കേട്ടോ. ഞാൻ കടിച്ചു കീറപ്പെട്ട വ്യക്തിയാ, പക്ഷെ അവൻ എന്നെ സൗഖ്യമാക്കും. मुझे घाव लगा हुआ इंसान है, मुझे थोड़ा हुआ इंसान है, लेकिन वो लौट आएगा मेरे ആരെങ്കിലും पास। തകർന്ന ജീവിതം ഇവിടെ ഉണ്ടോ? अगर किसी का नाश हुआ जीवन इधर മുറിവേറ്റ है, ജീവിതമുണ്ടോ? നിന്റെ ഹൃദയത്തിന് മുറിവുകളെ സ്വർഗ്ഗം കെട്ടാൻ തയ്യാറാണ്. अगर आपको घाव लगा, आपके दिलों में घाव लगा, तो आपके दिलों के जो घाव को परमेश्वर बांधेगा। എന്നെ സൗഖ്യമാക്കാൻ കർത്താവ് തയ്യാറാണ്. वो चंगा करने को परमेश्वर तैयार है, എഴുന്നേൽപ്പിക്കാൻ കർത്താവ് തയ്യാറാണ്. परमेश्वर उठाने को तैयार है। അവന്റെ വരവ് പ്രഭാതം പോലെ ഉറപ്പുള്ളതാ. उसका दोबारा आगमन जो है भोर के समान पक्का है। പ്രഭാതം പോലെ ഉറപ്പ്. वो भोर के समान पक्का നാളെ है। രാവിലെ സൂര്യൻ ഉദിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? कल सुबह सूरज आने आएगा नहीं कि किसी को शंका है? നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ വൈകിട്ടത്തെ TV വെതർ റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക, നാളെ സൂര്യൻ ഉദിക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? कोई भी वेदर रिपोर्ट देखते हैं कल सूरज आएगा कि नहीं? നാളെ पक्का है। രാവിലെ സൂര്യൻ ഉദിക്കും എന്നുള്ള ഉറപ്പല്ലേ? हर दिन सुबह सूरज आएगा, पक्का है। ആണോ? വലിയ നേതാവ് ആരണ്ട് മരിച്ചു, സൂര്യൻ പറയത്തില്ല അയ്യോ ഇന്നാരും മരിച്ച ദിവസം ഞാൻ ഉദിക്കത്തില്ല എന്ന് പറയുമോ? बहुत बड़ा नेता को गुजर गया तो सूरज बोलेगा कि आज मैं नहीं उगेगा। वो बड़ा ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് മരിച്ചാലും പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കും. दुनिया का सबसे बड़ा नेता अगर गुजर जाएगा तो दूसरा दिन सूरज उगेगा। കർത്താവിന്റെ ഇടപെടൽ, കർത്താവിന്റെ സന്ദർശനം സൂര്യോദയം പോലെ ഉറപ്പുള്ളതാണെന്ന്. कि वचन कहते हैं परमेश्वर दोबारा आगमन सूर्योदय के जैसा पक्का है। അവൻ നനയ്ക്കുന്ന മഴ പോലെ പിന്മഴ പോലെ ഇറങ്ങി വരുമെന്ന്. वो बारिश से समान उतर आएगा, എന്നെ സന്തോഷിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ, कि मुझे और आपको आनंदित करने के लिए, ആശ്വസിപ്പിക്കാൻ വേണ്ടി वो आश्वासन देने के ഒരു लिए പിന്മഴ നിങ്ങളുടെ മേൽ പെയ്തിറങ്ങാൻ പോവുകയാണ്. वो बारिश के समान उतर आएगा। എത്ര പേർ പറയും പിന്മഴ എന്റെ മേൽ പെയ്യണം, कितने लोग कहेंगे മുൻമഴ എന്റെ മേൽ പെയ്യണം, മുൻമഴ എന്റെ മേൽ. latter rain and former rain എന്ന് പറയും. ആഖിരി ദിനോं का बारिश, वो आखिरी दिनों का बारिश के समान। പറഞ്ഞാട്ടെ ഒരു മുൻ ഹലൽ പിന്മഴ, ഒരു ആഖിരി ദിനോं का बारिश എന്റെ മേൽ ഒന്ന് പെയ്യണം. हर एक जन बोले आखिरी दिनों का बारिश मेरे पे എഴുന്നേറ്റ് गिरे। നിന്നാട്ട് हर एक जन उठ के खड़े हो എത്ര जाइए। പേർ എന്നെ സന്ദർശിക്കണമേ കർത്താവേ, कितने लोग बोले परमेश्वर मेरे पास आना, എന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യണം, मुझे ताजा करना, എന്നെ ഒന്ന് ഹലൽ പുതുക്കണമേ, मुझे नया करना, പരിശുദ്ധാത്മാവിന്റെ നവീകരണം തരണമേ. पवित्र आत्मा का नयापन ഓ देना। ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച കർത്താവ് എന്റെ മേൽ ഒരു പിന്മഴയൊന്ന് അയക്കണമേ. पेंटिकोस्ट के दिन जो बारिश लाया परमेश्वर मेरे ऊपर आखिरी बारिश ഒരു लाना, പിന്മഴ എന്റെ മേലൊന്ന് പെയ്യണമേ. एक आखिरी बारिश मुझ पे गिराना। എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് പ്രിയമുള്ളവരെ, हर एक जन प्रार्थना करे। പിന്മഴ പെയ്താൽ जब आखिरी बारिश ഹോശേയ गिरेगा, 6-ാം അധ്യായത്തിൽ होशा 6 में വചനം ഇങ്ങനെ പറഞ്ഞു, वचन इस प्रकार कहता है, ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ ഇറങ്ങി വരും. मैं पृथ्वी को गिरने वाला बारिश के समान गिर ഇതിൽ आएगा। വേറെ ഒന്നും വേണ്ട കേട്ടോ, मुझे और कुछ नहीं चाहिए, പരിശുദ്ധാത്മാവിന്റെ മഴ മതി. मुझे पवित्र आत्मा का बारिश അത് बस। ജീവിതത്തിൽ പെയ്യുന്നുണ്ടെങ്കിൽ अगर वो बारिश जीवन में आएगा, you will be get refreshed. आप ताजा होगा, പുതുക്കം പ്രാപിക്കും കേട്ടോ, പുതുക്കം പ്രാപിക്കും. वो नया होगा। എന്നിട്ട് ഹോശേയ 6:11 എന്താ പറഞ്ഞത്? और होशा 6 का 11 क्या कहता है? ഹോശേയ 6:11 होशा 6 का 11, യഹൂദയേ, यहूदा, ഒന്ന് വായിച്ചാട്ടെ. യഹൂദയേ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, അല്ലല്ല, ഹോശേയ 6:11 ഞാൻ പറയുന്നത്.
മലയാളം വായിച്ചാട്ടെ, മലയാളം. നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. तेरे लिए कटनी रखा है. എല്ലാരും പറഞ്ഞാട്ടെ. सभी लोग मुंह खोल के बोले. സ്ഥിതിയെ ദൈവം മാറ്റും. अवस्था को परमेश्वर बदलेगा. ദൈവം ഒരു സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് എനിക്ക് തരും. परमेश्वर एक ताजगी मुझे देगा. ഞാൻ കണ്ണുനീരോട് വിതച്ചു, मैं आंसू के साथ ഞാൻ ആർപ്പോട് കൊയ്യും. मैं आनंद के साथ എനിക്കൊരു काटेगा. കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. मेरे लिए कटनी रखा है. തന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തിയപ്പോൾ परमेश्वर अपने बंधुआई को जो लौटा के लाया, സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. हम सपना देखने समान था. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ दक्षिण शहर के जो नाव के നീ समान ഞങ്ങളുടെ സ്ഥിതിയെ മാറ്റിയെന്ന്. तू हमारे अवस्थाओं को बदला. തെക്കേ നാട്ടിലെ തോടിനെ പോലെ ഞങ്ങളുടെ സ്ഥിതിയെ മാറ്റിയെന്ന്. कि दक्षिण देश के जो झील के समान ഉണങ്ങി വരണ്ട ആ തോട്ടിലൂടെ जो सूखा हुआ उस झील में ഇപ്പൊ പെരുവെള്ളം ഒഴുകുകയാണ്. अभी पानी बह रहा है. എന്റെ സ്ഥിതി മാറിയെന്ന്. मेरा अवस्था बदला. കണ്ണുനീരോട് ഞാൻ വിതച്ചെന്ന്. मैं आंसू के साथ എന്റെ बोया. കണ്ണുനീരിന്റെ സീസൺ മാറിയെന്ന്. मेरे आंसू का सीजन बदल എന്റെ गया. ട്രിബുലേഷന്റെ സീസൺ മാറിയെന്ന്. मेरा पीड़ा का समय निकल ഓ गया. എന്റെ ട്രിബുലേഷന്റെ സീസൺ മാറിയെന്ന്. मेरा पीड़ा का समय निकल गया. അതലാകം ശൽഖമനരംദനെ ഹല്ലേലൂയ. എന്റെ ട്രിബുലേഷന്റെ സീസൺ മാറി. मेरा पीड़ा का समय निकल गया. എന്റെ കൊയ്ത്തിന്റെ സീസൺ വന്നു. आमीन आमीन. मेरे कटनी का समय आया है. എന്റെ ഉഴൽച്ചകളുടെ, എന്റെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അവസ്ഥകളുടെ സീസൺ മാറിയെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. मेरा भटकने वाला अवस्था का सीजन चले गया. ദൈവാത്മാവ് എനിക്കൊരു വചനം തന്നിട്ടുണ്ട്. परमेश्वर का एक वचन दे रहा है. പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് അതോട് പറഞ്ഞു നിർത്തുകയാ. वो कहना करके बोले, इसलिए वो भी कहता है. യെശയ്യാവ് 28 അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ऐसा 28 में इस प्रकार लिखा है. നമ്മുടെ ട്രിബുലേഷൻ ഉണ്ടല്ലോ, हमारा जो पीड़ा है, നമ്മുടെ സങ്കടമുണ്ടല്ലോ, हमारा जो दुख है, നമുക്ക് സഹിക്കാവുന്നതിന് അപ്പുറമല്ല. हम जितना झेल सकते उसके ऊपर नहीं है. ദൈവത്തിനറിയാം ഓരോരുത്തർക്കും എത്ര എടുക്കാൻ പറ്റുമെന്ന്. परमेश्वर जानते हर व्यक्ति कितना उठा सकता അതിൽ है. അല്പം പോലും കൂടുതൽ വരത്തില്ല. उससे जरा से भी ज्यादा नहीं देगा. 28 അധ്യായം യെശയ്യാവ് 28 ऐसा 28 അതിന്റെ 27 വാക്യം. उसका 27 കരിഞ്ചീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. കരിഞ്ചീരകം काला क्या बोलते हैं, काला जीरा उसके ऊपर गाड़ी चढ़ाएगा नहीं. हेलो, काला दबाने जीरा वाली गाड़ी जो है वो सौंप के ऊपर से नहीं चलाएंगे. काला सौंप के ऊपर काला सौंप. കരിഞ്ചീരകത്തിന് മുകളിൽ. എന്താ കാരണം? കരിഞ്ചീരകത്തിൽ പോയി വണ്ടി കയറ്റത്തില്ലെന്ന്. कि जो काला सौंप के ऊपर गया दबाने वाली गाड़ी नहीं വണ്ടി चलाएगा. കയറ്റത്തില്ലെന്ന്. दबाने वाली गाड़ी नहीं चलाएगा പൗഡറായി പോകും. क्योंकि वो पाउडर बन जाएगा. പിന്നെന്താ ചെയ്യുന്നത്? फिर क्या करेंगे? ഹല്ലേലൂയ. പിന്നെ പറയാ, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. ना जीवन के ऊपर गाड़ी का चक्कर घुमाएगा. കരിഞ്ചീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലുകയത്രേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതുന്നത് ലൈറ്റ് റോഡ് എന്ന ചെറിയ ഹൽക്ക അടിയെ കൊടുക്കത്തുള്ള ആൾക്ക് കരിഞ്ചീരകത്തിന് വിളവെടുക്കാനേ വണ്ടി കയറ്റി മെതിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി, ജീരകം ഇങ്ങനെ വീഴും. ദൈവത്തിനറിയാം ആരെയൊക്കെ എങ്ങനെയാ കൊട്ടേണ്ടത്, ഏത് മെതിവണ്ടിയാണ് കയറ്റേണ്ടത്. ഇതാർക്കറിയാം? ഈ വിഷയമായിട്ട് ഇതിന്റെ കണക്ഷൻ എന്ന് ഞാൻ ചിന്തിക്കുക. ദൈവാത്മാവ് ഇവിടെ വന്നപ്പോൾ എന്നോട് ഈ വചനം പറയണമെന്ന് പറഞ്ഞു. ട്രിബുലേഷൻ സീസൺ आप आपके पीड़े के समय में है. പക്ഷെ അത് സഹിക്കാൻ പറ്റാത്തതല്ല. वो ऐसा नहीं आप झेल नहीं सकता. ലെവൽ കർത്താവിനറിയാം. आपका लेवल परमेश्वर जानता है. എടുക്കാൻ പറ്റുമെന്ന് കർത്താവിനറിയാം. आप कितना उठा सकते हैं परमेश्वर जानता है. ചിലതിനെ മെതിക്കാൻ വേണ്ടി കർത്താവ് മെതിവണ്ടി കയറ്റും. कुछ लोगों को परमेश्वर दबाने वाली गाड़ी चलाता है. മെതിവണ്ടി കയറ്റുന്നറിയാമോ? वो बुलडोजर चलाता है. അതിനെ എടുക്കാനുള്ള പവർ ഉള്ളതുകൊണ്ടാ. वो उतना उठा सकते इसके लिए. അടുത്ത വാക്യങ്ങൾ പറയുന്നുണ്ടല്ലേ? अगले आयत में कहता है, മെതിക്കിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? ഹല്ലേലൂയ. അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും ചെയ്യുകയില്ലല്ലോ. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. അപ്പോൾ നമ്മുടെ പ്രാപ്തി നോക്കിയ ദൈവം ചെയ്യത്തുള്ളൂ. ട്രിബുലേഷൻ, സങ്കടം അനുവദിക്കത്തുള്ളൂ നീ വചനം പറയുന്നു. ये वचन कहते हो चूर चूर हो जाएगा. इसके लिए वो अपना जितना हम रखने का उठाने का कैपेसिटी रखते हैं उस हिसाब से वो करेगा. ചിലതിനെ മെതിവണ്ടി കൊണ്ട് മെതിക്കും. कुछ को बुलडोजर के साथ करेंगे. ചിലതിനെ വടി കൊണ്ട് കൊട്ടിയെടുക്കും. कुछ लोगों को लाठी से लेंगे. എന്തിനു വേണ്ടിയാ? ഒരുക്കിയെടുക്കുക. क्यों तैयार कर रहे हैं? കിസാന്റെ ബുദ്ധിയാ കേട്ടോ. वो एक किसान का बुद्धि है. കർഷകന്റെ ബുദ്ധിയാ. एक किसान का बुद्धि है. ഈ വചനം പറയുന്നു, ये वचन कहता है ബുദ്ധിയും കർഷകന് ദൈവം കൊടുത്തതാ. ये जो दिमाग है കർഷകൻ किसान को परमेश्वर ने दिया. ചെയ്യണമെന്ന് ദൈവം കൊടുത്ത ബുദ്ധിയാ കേട്ടോ. वो परमेश्वर दिया बुद्धि है. ഹല്ലേലൂയ. 126 സങ്കീർത്തനത്തിലെ
भजन संहिता 126 കർത്താവിന്റെ में മറ്റൊരു ബുദ്ധി രാവിലെ നമ്മൾ കേട്ടു. दूसरा एक बुद्धि हमने सुबह सुना, കണ്ണുനീരോട് വിതയ്ക്കുക, आंसू के साथ बोना, ആർപ്പോട് കൂടെ കൊയ്യുക. वो आनंद के साथ करना. ട്രിബുലേഷൻ പീരീഡ്, आपके जो സങ്കടത്തിന്റെ ദിവസം, आपके संकट के समय, പരീക്ഷയുടെ ദിവസം, आपकी परीक्षा के समय, അത് വേസ്റ്റ് അല്ല. वो वेस्ट नहीं है. അടുത്ത് നിൽക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് പറ, ബ്രദറെ നീ സഹിച്ച പരീക്ഷ സങ്കടം വേസ്റ്റ് അല്ല. बाजू में जो खड़े उसका हाथ देख के बोलो, भाई आपका परीक्षा का समय वेस्ट नहीं है. നെഞ്ചത്തടിച്ച് കരഞ്ഞ് കർത്താവേ എന്താ ഇതെന്നൊക്കെ ചോദിച്ചില്ലേ, അത് വേസ്റ്റ് അല്ല. आप सिर पे हाथ रख के पूछा, परमेश्वर क्या है ये, वेस्ट കണ്ണുനീരോട് नहीं है. വിതയ്ക്കുക. वो आंसू के साथ बो रहा That's a है. sowing period. वो आपका बोने का समय അന്ന് है. വിതച്ചതാണ്. वो बोया है. നിന്റെ സീസൺ ഓഫ് റിഫ്രഷ്മെന്റ് നീ കൊയ്യാൻ പോകുന്നത്. आपके ताजगी के समय आप ദൈവത്തിന്റെ काटने वाला है. ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദിവസമുണ്ട്. परमेश्वर अपने लोगों की अवस्था को बदलने का दिन है. അന്ന് നീ കൊയ്തത് എവിടുന്നാന്ന് അറിയാമോ? तभी तू कहां से काटा? ഹർഷകമന രംശൽകമന, അവര് കണ്ണുനീരോടുകൂടെ ജീരകത്തെ അടിക്കുന്നത് പോലെ അടികൊണ്ട മെതിവണ്ടി കയറ്റിയതുപോലെ മെതിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അന്നത്തെ നന്മയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന സീസൺ ഓഫ് റിഫ്രഷ്മെന്റ്. वो कहां से आया है? वो जब आंसू से जो बोया था, उसको जो बुलडोजर उसके ऊपर से जो चढ़ाया गया था, उसको लाठी से जो मारा गया था, उस समय का है वो. ഇന്നത്തെ നിന്റെ ട്രിബുലേഷൻ, आज की जो पीड़ा है, നാളത്തെ നിന്റെ കൊയ്ത്ത കേട്ടോ. आमीन आमीन आमीन, कल की तेरी कटनी है. നിങ്ങൾ സ്റ്റേജിൽ കാണുന്ന പല പാസ്റ്റർമാരും आज जो स्टेज में देख रहे बहुत सारे परमेश्वर दास लोग, കൊയ്ത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. उनके कटनी देख के आपको अचंभव പക്ഷെ लगता है. അവർക്കൊക്കെ ഒരു സീസൺ ഓഫ് ട്രിബുലേഷൻ ഉണ്ടായിരുന്നു. लेकिन उन सबको एक पीड़ा का समय था. അവരെയൊക്കെ മെതിവണ്ടി കൊണ്ട് മെതിച്ചൊരു സമയം ഉണ്ടായിരുന്നു. उन सबको बुलडोजर से चढ़ाया हुआ एक समय था. മെതിച്ചത് ധാന്യത്തെ ചതച്ചു കളയാനല്ല, जो उसको बुलडोजर चढ़ाया था, उसको चूर चूर करने के लिए नहीं था. തകർത്തു കളയാനല്ല, उसको नाश करने के लिए नहीं था. ഇല്ലായ്മ ചെയ്യാനല്ല, उसको नाश करने के लिए नहीं था. ആളറിഞ്ഞ് പരുവമറിഞ്ഞ്, ഹല്ലേലൂയ, उसको ആരോഗ്യമറിഞ്ഞ്, उसको परख के उसकी ताकत को जान के എങ്ങനെ മെതിക്കണം, എങ്ങനെ ഡീല് ചെയ്യണം, അങ്ങനെ സ്വർഗം നമ്മളെ ഓരോരുത്തരും ഡീൽ ചെയ്തത്. कैसे उसको तैयार करना था, वैसे स्वर्ग ने हमारे साथ डील किया. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളെല്ലാം മാറും, इसके लिए पीड़ा ഈ सब हटेगा. നിരാശകളെല്ലാം മാറും. ये निराशा शब्द दूर ഒരു होगा. ശുഭദിനമുണ്ട്, एक अच्छा दिन है. a season of refreshment ഉണ്ട്. एक अच्छा समय का दिन है. ഞാൻ പറഞ്ഞാട്ടെ, हर एक जो मुंह खोल के बोले, അവങ്കിലേക്ക് തിരിഞ്ഞാൽ अगर हम उसकी ओर मुड़े, ആശ്വാസ കാലം എനിക്ക് വേണ്ടി വെളിപ്പെടും. वो शांति का समय मेरे लिए प्रकट होगा. ബേത്ലഹേമിലെ ക്ഷാമം എന്തുമില്ല, बethlehem का अकाल हमेशा नहीं ദൈവം रहेगा. മഴ അയച്ചു, परमेश्वर बारिश भेजे. ബേത്ലഹേമിനെ സന്ദർശിച്ചു. बेथलेहम को आके മടങ്ങി വന്ന നവോമിയുടെ ജീവിതം, ഹല്ലേലൂയ, लौट आया और नवोमी का പിന്നെയും जीवन പച്ച പിടിച്ചു. फिर से वो हरियाली हुआ. മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ यदि आप लौट आने को तैयार है, നിന്റെ ജീവിതം പച്ച പിടിക്കുമെന്ന്, तेरे जीवन में भी हरियाली നിന്റെ आएगा. ജീവിതം റിഫ്രഷ് ആകുമെന്ന്. आपका जीवन ताजापन होगा. നീ മാറയല്ല, आमीन, तू मारा नहीं നീ है, മധുരമാകുമെന്ന്, मधुर हो जाएगा, നീ അനുഗ്രഹമാകുമെന്ന്. आशीष बनेगा. കരങ്ങളെ ശക്തമായി അടിച്ച് കർത്താവിനെ സ്തുതിച്ചട്ടെ. हाथ ताली बजाकर परमेश्वर का കരങ്ങളെ धन्यवाद ശക്തമായി दे. അടിച്ച് വിശ്വാസത്തോടെ विश्वास के साथ മാറാൻ പോകുക കേട്ടോ. പാടി ആരാധിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പെന്തിക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തിക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. മുൻമഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചണമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചണമുണർന്നു വേല ചെയ്യുവാൻ. പെന്തിക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തിക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവാ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവാ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. പെന്തിക്കോസ്തു നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തിക്കോസ്തു നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ.
അടിക്കല്ലു കയറ്റാം ദൈവസഭ പണി. ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. അടിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. പെന്തക്കോസ്ത് നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പാടികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചലിക്കുന്ന എല്ലാ പാടികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്ത് നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാൻ. പെന്തക്കോസ്ത് നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ സൈന്യത്താലെയല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. അടിക്കല്ലു കയറ്റാം ദൈവസഭ. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം. അടിക്കല്ലു കയറ്റാം ദൈവസഭ പണി. പെന്തക്കോസ്ത് നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകണം നവജീവൻ നിത്യതയിലെത്തി
പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, ഒരു പിന്മഴ ഞങ്ങളുടെ മേൽ പെയ്യണം. ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണം. തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ ഞങ്ങൾക്കും ഒരു കൊയ്ത്ത് അവിടുന്ന് വെച്ചിരിക്കൽ.